ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ ഇന്ന് നേത്രരോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ഇപ്പോൾ മുതൽ വിളിക്കാം. നമ്പറുകൾ കുറിച്ചോളൂ: 9496464321, 9496556321, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം MS ആശ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. നാളെ, അതായത് ഒക്ടോബർ 9, 2025 നാം ഈ വർഷത്തെ ലോക കാഴ്ച ദിനം അഥവാ വേൾഡ് സൈറ്റ് ഡേ ആയി ആചരിക്കുകയാണ്. ലവ് യുവർ ഐസ്, കണ്ണുകളെ സ്നേഹിക്കൂ എന്നുള്ളതാണ് ഇത്തവണത്തെ സൈറ്റ് ഡേയുടെ പ്രമേയം. ഈ പ്രമേയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണുകൾ എത്രത്തോളം പ്രാധാന്യമുള്ളവയാണ് എന്നും അവയുടെ സംരക്ഷണം നമ്മൾ എത്ര ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് എന്നും. ഇപ്പോൾ കണ്ണുകളുടെ ശരിയായ പരിചരണം എങ്ങനെയാണ്, ആരോഗ്യപരമായ സംരക്ഷണം എങ്ങനെ നമുക്ക് കണ്ണുകൾക്ക് ഉറപ്പുവരുത്താം, കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള ചികിത്സ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മളോട് സംസാരിക്കുന്നതിനായി നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് നേത്രരോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ ദേവിൻ പ്രഭാകറാണ്. സ്വാഗതം സർ. നന്ദി. അപ്പോൾ ഈ വർഷത്തെ സൈറ്റ് ഡേയുടെ പ്രാധാന്യം എന്താണെന്നൊന്ന് ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാം. നമ്മൾ ഈ വർഷത്തെ സൈറ്റ് ഡേക്ക് കൊടുക്കുന്ന സന്ദേശം ലവ് യുവർ ഐസ്, നമ്മുടെ കണ്ണുകളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയും സർവേന്ദ്രിയം നയനം പ്രധാനം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം നയനങ്ങളാണ്. കണ്ണുകളാണെങ്കിലും പലപ്പോഴും നല്ല കാഴ്ചയുള്ളപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഓർക്കാറില്ല. കണ്ണ് നിങ്ങൾ കരകരപ്പോ തട്ടലോ ചെറിയൊരു ബുദ്ധിമുട്ടോ വന്നാലേ പലപ്പോഴും നമ്മൾ ഡോക്ടർമാരെ കാണാൻ പോകാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സന്ദേശം ലവ് യുവർ സൈറ്റ് എന്ന് പറയുന്ന സന്ദേശം, ലവ് യുവർ ഐസ് എന്ന് പറയുന്നത്, നമുക്ക് നല്ല കാഴ്ച ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു നേത്ര വിദഗ്ധനെ കാണിച്ച് ആ നല്ല കാഴ്ച ജീവിതകാലം മുഴുവൻ നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കെല്ലാം അറിയാം, ഒരു പ്രയാസവും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ നടക്കാൻ പറ്റുമെങ്കിൽ ക്ഷീണം വരിക, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ നമ്മളത് കാലികമായി 40 ദിവസം നമ്മൾ BP നോക്കുന്നു, ഷുഗർ നോക്കുന്നു, കൊളസ്ട്രോൾ നോക്കുന്നു, പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്കും ഹാർട്ട് അറ്റാക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഡോക്ടറെ കാണിക്കുന്നു. പക്ഷെ പലപ്പോഴും കണ്ണുകൾക്ക് നമ്മൾ വേണ്ട പരിചരണം കൊടുക്കാറില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു 39-40 വയസ്സാകുമ്പോൾ, വെള്ളെഴുത്തിനുള്ള പ്രായമാകുമ്പോൾ ഒരു കണ്ണടകൾ ആവശ്യം വരുന്നു. പലപ്പോഴും നമ്മൾ അടുത്തുള്ള കണ്ണടക്കടയിലോ അല്ലെങ്കിൽ വഴിയോരത്തോ പോയിട്ട് ഒരു റീഡിംഗ് ഗ്ലാസ് മാത്രം വെച്ച് തൽക്കാലത്തേക്കുള്ള പരിഹാരം നമ്മൾ കണ്ടുപിടിക്കുന്നു. പക്ഷെ ബുദ്ധിമുട്ട് ഈ ഒരു പ്രായത്തിൽ ചെറിയൊരു ശതമാനം ആൾക്കാർക്കെങ്കിലും കണ്ണിൻ്റെ പ്രഷറായ ഗ്ലോക്കോമ, ചിലർക്ക് തിമിരം, ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് റെട്ടോ, ഇതൊക്കെ വരാനുള്ള ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ആരംഭത്തിലേ കണ്ടുപിടിച്ചാൽ വളരെ നല്ല കാഴ്ച നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സാധിക്കും. വലിയൊരു ചികിത്സയൊന്നും വേണ്ട. ചിലപ്പോൾ ഗ്ലോക്കോമയാണെങ്കിൽ ഒരു തുള്ളിമരുന്ന് രാത്രി മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ഏർലി കാറ്ററാക്ട് ആണ് ഈ പറയുന്ന കറക്റ്റുള്ള കണ്ണടകൾ വെച്ചാൽ ചിലപ്പോൾ 3-4 വർഷത്തേക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ചികിത്സിക്കാനൊക്കും. പിന്നെ ഉള്ളത് ഡയബറ്റിക് റെട്ടോപ്പതി ആണെങ്കിൽ കണ്ടാത്ത ഡോക്ടർ നോക്കുമ്പോൾ കണ്ടാത്തുള്ള ഏറ്റവും ആരംഭത്തിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ മൈക്രോ അന്യൂറിസമാണ്. ഒരു മൊട്ടുസൂചിയിൽ അത്ര മാത്രം വലിപ്പമുള്ള ഒരു ബ്ലീഡിങ് സ്പോട്ട്. അതൊരു പ്രഗത്ഭനായിട്ടുള്ള നല്ലൊരു ഡോക്ടർ നോക്കിയാൽ നമുക്ക് ആരംഭത്തിൽ കണ്ടുപിടിക്കാനൊക്കെ. ആ ഒരു സ്റ്റേജിൽ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട. ഷുഗർ നല്ലോണം കൺട്രോൾ ആക്കിയിട്ട് ഗ്ലൂക്കോസ് മെമ്മറി ടെസ്റ്റ് HbA1c 6.5 താഴെ നിർത്തിയാൽ മാത്രം മതി. അപ്പം പലപ്പോഴും രോഗികൾ ഡോക്ടറെ കാണാൻ മടിക്കുന്നത്, ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ അകത്ത് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്ലോക്കോം, അല്ലെങ്കിൽ തിമിരം ഉണ്ട്, ഉടനെ ഡോക്ടർ വിളിച്ച് ഓപ്പറേഷൻ ചെയ്യും, അല്ലെങ്കിൽ കണ്ണ് ഇഞ്ചക്ഷൻ ചെയ്യുന്ന പേടി കാരണമാണ് പലപ്പോഴും ഡോക്ടർമാരെ സമീപിക്കാൻ പ്രയാസം. അതേസമയം ഒരു നാട്ടു ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ചികിത്സ ഓപ്പറേഷൻ ഒന്നും പറയുന്നത്. അപ്പോൾ അതാണ് പലരും ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറെ കാണാൻ ഒരു പേടിയുള്ളത്. ഇനി എന്തെങ്കിലും ഡോക്ടർ പറയുമോ, ചെയ്യുമോ, ഓപ്പറേഷൻ ചെയ്യുമോ എന്നൊക്കെയുള്ള പേടിയാണ്. അപ്പോൾ പല അവസരങ്ങളും ഒരു 99% ആൾക്കാർക്ക് ഇതൊന്നും വേണ്ടി വരത്തില്ല. നമ്മൾ ആരംഭത്തിലേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ മുട്ടുസൂചിയുടെ വലിപ്പമുള്ള ഒരു ഹെമറേജ് ആണെങ്കിൽ ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ആക്കിയതിന് തന്നെത്താനത് മാറും. അതായത് ചികിത്സിച്ചില്ല എങ്കിൽ കണ്ടാത്തുള്ള ഇഞ്ചക്ഷനോ ഓപ്പറേഷനോ ഒക്കെ വേണ്ടി വരാൻ സാധ്യതയുള്ളൊരു അസുഖം. ഷുഗർ മാത്രം കൺട്രോൾ ആക്കി ചിലപ്പോൾ ഒരു ഗുളിക എക്സ്ട്രാ കഴിച്ചുകൊണ്ട് മാത്രം നമുക്കൊരു ഓപ്പറേഷൻ വരെ നമുക്ക് തടയാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടും മടിക്കേണ്ട, ഡോക്ടറെ കാണുക. മിക്കവാറും ഉള്ള എല്ലാ പ്രശ്നങ്ങളും ചെറിയൊരു തുള്ളിമരുന്നിലോ കണ്ണാടിയിലോ തീരാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസത്തിനോ അല്ലെങ്കിൽ നമ്മൾ ചില സത്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടൊക്കെ നമ്മൾ വേറെ സൊല്യൂഷൻസ് തേടി പോകുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ജീവിതകാലം കൊണ്ട് നടക്കേണ്ടുന്ന ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പവറിനെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. പഴമക്കാര് പറയുന്ന പോലെ തന്നെ നമ്മൾ വിചാരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന പല കാര്യങ്ങളും
ശരിക്കും പറഞ്ഞാൽ അതൊന്നും നടക്കാൻ സാധ്യത തീരെ കുറവാണ്. പണ്ട് നമുക്കൊരു കഥയുണ്ടല്ലോ, ആകാശം പൊട്ടി വീഴുമെന്ന് പേടിച്ച് ഓടി നടന്ന ഒരു കോഴിക്കുഞ്ഞിന്റെ കഥ. അപ്പൊ അതുപോലെ നമ്മൾ വിചാരിക്കുന്ന മിക്കവാറും ഒന്നും പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. 99% പേർക്കും ഒന്നും കാണില്ല. അപ്പൊ ഈ 99% കാണിച്ചു പോകുമ്പോൾ ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആക്കാനൊക്കെ. ഇപ്പം തന്നെ നമ്മുടെ വേൾഡ് സൈഡ് ബന്ധപ്പെട്ട ഒരു ക്യാമ്പ് നടത്തി. ക്യാമ്പിൽ 80ഓളം ആൾക്കാർ വന്നു. അതിൽ 58 പേരുടെ കണ്ണിന്റെ ഞരമ്പിന്റെ ഫോട്ടോ എടുത്തു. അപ്പൊ ഫോട്ടോ എടുക്കാൻ നമുക്ക് 1 മിനിറ്റ് എടുക്കുള്ളൂ. അത് കഴിഞ്ഞിപ്പോൾ എല്ലാം ഓൺലൈൻ ആണല്ലോ. അപ്പൊ ഇതേ ഫോട്ടോ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരുന്നു. നമ്മുടെ ഹോസ്പിറ്റൽ റെറ്റിന സ്പെഷ്യലിസ്റ്റ് അനലൈസ് ചെയ്യുന്നു. ഈ 58 പേരിൽ 8 പേർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചികിത്സിച്ചാൽ നമുക്ക് ക്ലിയർ ആയിക്കൊണ്ട്. പക്ഷെ 2 പേർക്ക് ഒരു 80% കാഴ്ച നഷ്ടപ്പെട്ട് അന്ധതയുടെ വക്കിലായിരുന്നു. അപ്പൊ നമ്മൾ അതായത് വെറും 80 പേര് ചെക്ക് ചെയ്തു. അതിൽ 58 പേർക്ക് കണ്ട ഫോട്ടോ എടുക്കാനായിട്ട് വന്നു. അതിൽ 58 പേർക്ക് 2 പേർക്ക് സ്ഥായിയായ കാഴ്ചക്കുറവ് ഏതാനും മാസങ്ങൾക്കപ്പുറമായിരുന്നു. അത്രത്തോളം കോമൺ ആണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഡയബറ്റീസ് ഉണ്ട്. നിർഭാഗ്യമായ സത്യമാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ 20% പേർക്കും ഡയബറ്റീസ് ഉണ്ട്. കുറേ പേർക്ക് BP ഉണ്ട്. അതിന് ജീവിത കാര്യങ്ങളാകാം, എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടാകാം. ഇപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറോ അല്ലെങ്കിൽ ഒരു കട വരെ പോകണമെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാം തന്നെ നടന്നു പോകത്തില്ല, ബൈക്ക് എടുത്തേ പോകുള്ളൂ. അപ്പൊ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ വീട് കുമാരടുത്താണ് മെഡിക്കൽ പഠിച്ചപ്പോൾ ഞാൻ നടന്നാ പൊക്കോണ്ടിരുന്നത് 5-6 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ടും സിറ്റിയിലോട്ട്, അന്ന് സ്റ്റാച്യു എന്ന് പറയുന്നത് വലിയ ദൂരമാണ്, ഞാനൊക്കെ കൊച്ചാണ്. അപ്പൊ അന്ന് ഞാൻ ഒന്നിൽ ബസ്സിൽ പോവും അല്ലെങ്കിൽ സൈക്കിൾ എടുത്ത് പോകും. മിക്കവാറൊക്കെ സൈക്കിൾ തന്നെ പോകും. ഇപ്പൊ ആരും ഒന്ന് റോഡ് സുരക്ഷിതമല്ല. എക്സസൈസിന്റെ ഒരു അഭാവം കാരണം പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായി ഒരു നേത്ര പരിശോധന, അത് ഇന്ന ആശുപത്രി ഇന്ന ഒന്നും ഇല്ല. നമുക്കിപ്പോൾ എല്ലാ ആശുപത്രികളിലും കണ്ണിൻ ഞരമ്പിന്റെ ഫോട്ടോ എടുക്കാനുള്ള ഉപകരണങ്ങളുണ്ട്, കണ്ട പ്രഷർ അളക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ചെറിയൊരു 10-15 മിനിറ്റത്തെ കാര്യം. പണ്ടൊക്കെയാണെങ്കിൽ ആശുപത്രി ചെന്നിരുന്ന 1/2 മണിക്കൂർ 1 മണിക്കൂർ കണ്ണ് ഡയലേറ്റ്, അന്നത്തെ ദിവസം മുഴുവൻ കാഴ്ചയ്ക്കും അങ്ങനെ ആയിരിക്കും. അപ്പൊ അതൊന്നും ഇല്ലാതെ തന്നെ ഡയലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോട്ടോ കണ്ട് ഞരമ്പിന്റെ എടുക്കാനായിട്ട് ഒക്കും. കണ്ട പ്രഷർ തുള്ളിമരുന്ന് ഒഴിക്കാതെ തന്നെ ഇപ്പം കണ്ട പ്രഷർ എടുക്കാനായിട്ട് ഒക്കും. ഇതെല്ലാം കൂടി ഒരു 5-10 മിനിറ്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം. ആരാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? പേര് സ്ഥലവും പറയാമോ? ശങ്കരാജ്, കരുനാഗപ്പള്ളി. ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ തങ്കരാജ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ 2 കണ്ണും സർജറി കഴിഞ്ഞാണ്, തിമിരത്തിന്. ശരി. ഇപ്പൊ പിന്നെ എന്റെ കണ്ണിന്റെ ഈ കൃഷ്ണമണി എന്ന് പറയത്തില്ലേ, അതെ, അതിന്റെ സെൻട്രലായിട്ട് 2 സ്പോട്ട് പോലെ തഴമ്പുണ്ടെന്ന് പറയുന്നു. ശരി. എനിക്ക് കണ്ണാടി വെച്ചിട്ടും പിന്നെ ഈ സർജറിക്ക് മുമ്പുള്ള കാഴ്ച കിട്ടുന്നില്ല. ശരി. അതെ സാർ. അപ്പൊ അതായത് നമ്മുടെ കണ്ണിന്റെ ഘടനയെ പറ്റി ലളിതമായി പറയുകയാണെങ്കിൽ, നമ്മുടെ കണ്ണ് സുതാര്യമായതുകൊണ്ട് കൃഷ്ണമണി എന്നാണ് നമുക്ക് കോർണിയ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടെ കടക്കുന്ന പ്രകാശരശ്മികളെ കണ്ണിന്റെ അകത്തുള്ള ലെൻസ് പുറമുള്ള റെറ്റിനോട്ട് കേന്ദ്രീകരിക്കുന്നു. അപ്പൊ തിമിരത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ സുതാര്യം നഷ്ടപ്പെട്ട ലെൻസിനെ മാറ്റിയിട്ട് പകരം ഒരു കൃത്രിമ ലെൻസ് വെക്കുന്നു. അപ്പൊ ഈ ലെൻസ് മൂലം ഉണ്ടാവുന്ന തടസ്സം നമ്മൾ അതുകൊണ്ട് മാറ്റാൻ സാധിക്കും. അപ്പൊ കണ്ണിന്റെ ഏറ്റവും മുമ്പിലായ സുതാര്യമായ കോർണിയ, അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലൈറ്റിന് കടക്കാൻ പ്രയാസം കാണും. പക്ഷെ ഇതിനേക്കാളും ഒക്കെ പ്രാധാന്യമുള്ളത് കണ്ണിന്റെ അകത്തുള്ള റെറ്റിന ഞരമ്പ് പ്രോപ്പറായിട്ട് നല്ലോണം വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കാഴ്ച കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, നമ്മളിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ ഫോണും അതിൻ്റെ അകത്തൊരു ക്യാമറയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ അഴുക്ക് പുരണ്ടിരുന്നാൽ ഇത് നമുക്ക് പടം എടുക്കുമ്പം ക്ലാരിറ്റി കിട്ടത്തില്ല. അപ്പോൾ അത് തുടച്ച് മാറ്റുന്നത് പോലെയാണ് നമ്മൾ തിമിരം ചെയ്യുന്നത്. കണ്ടാത്തുള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ ലൈറ്റ് കിടക്കുന്നത് ക്ലിയർ ആക്കാൻ വേണ്ടി ലെൻസ് നമ്മൾ ക്ലിയർ ആക്കുന്നു. പക്ഷെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി കാർഡോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റോ വർക്ക് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഫോട്ടോ പതിയത്തില്ലല്ലോ, ലെൻസ് ക്ലിയർ ആയിട്ട് ഇരിക്കുകയാണെങ്കിലും. ഫോണിന് ഡാമേജ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളുടെ റെറ്റിനയ്ക്ക് ഡാമേജ് ഉണ്ടെങ്കിലോ നമ്മുടെ തലച്ചോറിന് ഡാമേജ് ഉണ്ടെങ്കിലോ നമുക്ക് തെളിഞ്ഞ കാഴ്ച വരണം എന്നില്ല. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കെല്ലാം ഒരാൾക്കൊരു പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ കൈ പൊക്കാൻ ഒക്കുന്നില്ല. അത് കൈ ഇല്ലാത്തത് കൊണ്ടോ കൈയുടെ മസിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടോ അല്ല, തലച്ചോറിൽ നിന്നുള്ള സന്ദേശം കറക്റ്റായിട്ട് കൈകളിലോട്ട് എത്താത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും കണ്ണിൻ്റെ അകത്തുള്ള റെറ്റിനയും നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തെളിഞ്ഞ കാഴ്ച കിട്ടുകയുള്ളൂ. നമ്മൾ തിമിരം മാത്രം മാറ്റിയതുകൊണ്ട് ഫുള്ളായിട്ടുള്ള കാഴ്ച കിട്ടില്ല. അപ്പം നമ്മളെ ഞരമ്പിന് ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ണിൻ്റെ OCT എന്നുള്ള സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അത് കണ്ണിൻ്റെ നീരാണെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടതൊരു ഇഞ്ചക്ഷൻ വെച്ചാൽ കാഴ്ച തെളിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ തക്ക സമയത്ത് നമ്മളെ ട്രീറ്റ്മെൻറ്റുകൾ നടന്നില്ല, കണ്ടെത്തി പറഞ്ഞ പോലെ തഴമ്പായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാഴ്ച പിന്നെ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതിന് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ ആണ് പറയുന്നത്.
ഇത് നമ്മൾ ആരംഭത്തിലേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചില ആളുകൾക്ക് ഉച്ച സമയത്തുള്ള കാഠിന്യമായ വെയിൽ അവോയ്ഡ് ചെയ്യുകയും നല്ല രീതിയിലുള്ള എക്സസൈസ് ചെയ്യുകയും പോഷകാഹാരം കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വഷളാകാതിരിക്കും. എന്നിരുന്നാലും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ പോലും കണ്ണിൻ്റെ അകത്തുള്ള OCT സ്കാനിങ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം നീരോ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നീര് വറ്റി വരാനുള്ള സാധ്യതയും കാഴ്ച കുറെ കൂടെ തെളിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉള്ളത്, ഇപ്പം ഞാൻ കണ്ടൊരു ഇഞ്ചക്ഷൻ ചെയ്തു എന്നിട്ടും കാഴ്ച തെളിഞ്ഞില്ല, അല്ലെങ്കിൽ 2 ഇഞ്ചക്ഷൻ ചെയ്തു എന്നൊക്കെ ചിലർ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഈ കണ്ണിൻ്റെ അകത്തുള്ള ഇഞ്ചക്ഷൻ, ചില ഇഞ്ചക്ഷനുകൾക്ക് 1 മാസം കാലാവധിയും ചിലതിന് 3 മാസം ആ കാലാവധി വരുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ നീര് പറ്റുന്നില്ല, ചിലപ്പോൾ 2 or 3 പ്രാവശ്യം, ചിലർക്ക് 100-ൽ കൂടുതൽ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അതിപ്പം ഓരോ ആളുകളുടെയും കണ്ണിൻ്റെ ഘടനയും കണ്ണിൻ്റെ അകത്തുള്ള അസുഖവും അനുസരിച്ചാണ് എത്ര ഇഞ്ചക്ഷൻ വേണ്ടി വരുമെന്നുള്ള പറയുന്നത്. പ്രത്യേകിച്ച് ഡയബറ്റിക് ആണെങ്കിൽ ഇപ്പം പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാൻ ഡോക്ടർ എത്ര ഇഞ്ചക്ഷൻ വേണ്ടി വരും. അപ്പം അതിന് എനിക്ക് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ ഒക്കാത്തത്, ഈ ചോദിക്കുന്ന രോഗി കഴിഞ്ഞൊരു 10 വർഷം ഷുഗർ എത്രത്തോളം കൺട്രോൾ ഉണ്ടാക്കി എന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് ധാരണ കാണണമെന്നില്ല. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞിട്ടും ഇദ്ദേഹം എത്രത്തോളം നല്ല രീതിയിൽ ഷുഗറും BP ഒക്കെ കൺട്രോൾ ആക്കും എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഉറപ്പ് പറയാൻ ഒക്കുന്നില്ല, പേഷ്യൻറ്റിന് ഉറപ്പ് പറയാൻ. അതുകൊണ്ടാണ് നമുക്ക് എത്രത്തോളം ഇഞ്ചക്ഷൻ വേണ്ടി വരുമെന്ന് ഡോക്ടർക്ക് മാത്രം പറയാൻ ഒക്കാത്തത്. ഇപ്പം ഇതിൻ്റെ അകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നത് രോഗിയും രോഗിയുടെ കുടുംബാംഗങ്ങളുമാണ്. ഇപ്പോൾ കണ്ട ഞരമ്പിന് ഡാമേജ് ഉണ്ട്, ഡയബറ്റിക് റെറ്റിനോപ്പതി ആണെങ്കിൽ ഡോക്ടർക്ക് പേഷ്യൻ്റ് വരുമ്പോൾ നോക്കി ചികിത്സ നിർദ്ദേശിക്കാൻ മാത്രമേ ഒക്കുന്നുള്ളൂ. പേഷ്യൻ്റ് വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ദിനചര്യ എക്സസൈസ് ചെയ്യുന്നതും അതുപോലെ ഗുളികകൾ കറക്റ്റായിട്ട് കഴിക്കുന്നതും ഭക്ഷണം ക്രമീകരിക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഷുഗർ ഒരിക്കൽ പോലും ഒരു 160-180 മുകളിൽ പോകാതിരിക്കുന്നു, ഇതെല്ലാം ചെയ്യേണ്ടത് ഉത്തരവാദിത്തമുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ പേഷ്യൻറ്റും പേഷ്യൻ്റെ കുടുംബാംഗങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നതനുസരിച്ചിരിക്കും പലപ്പോഴും ചികിത്സയുടെ വിജയം. അപ്പോൾ നമ്മൾ ഡോക്ടറോ മരുന്നുകളോ മാത്രം ആശ്രയിച്ചാൽ പോരാ. അപ്പോൾ നമ്മൾ പണ്ട് പറയുന്ന പോലെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ പേഷ്യൻ്റ് ചെയ്യാനുള്ള പേഷ്യൻ്റ് നിർബന്ധമായിട്ട് ചെയ്യുക, ഡോക്ടർ ചെയ്യാനുള്ള ഡോക്ടർ നിർബന്ധമായിട്ടും ചെയ്യുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സർജറിക്കായിട്ട് നല്ല രീതിയിൽ കാഴ്ച കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് കണ്ണിൻ്റെ ഘടന നോക്കേണ്ടിയുണ്ട്, കണ്ട ഞരമ്പുകൾക്ക് സ്കാനിങ് ടെസ്റ്റ് ചെയ്യേണ്ടിയുണ്ട്. OCT സ്കാനിങ്ങിൽ സ്കാറിങ് ആണോ നീരാണോ വേറെ എന്തെങ്കിലും ഡാമേജ് ആണോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പരിഹാരം നമ്മൾ തേടേണ്ടി വരും. അപ്പോൾ ഒരിക്കൽ ഒരു തിമിരം ശസ്ത്രക്രിയ ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇദ്ദേഹത്തിന് പറയാനുള്ള ഒരു ഉത്തരം. അപ്പോൾ ഡോക്ടറിനെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുക, കണ്ട ടെസ്റ്റുകൾ ബാക്കിയുള്ള ടെസ്റ്റുകളും ചെയ്തിട്ട് ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ മാക്സിമം ശ്രമിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ? അതെ അതെ സാറേ, ഞാനൊന്ന് പറഞ്ഞോളൂ. എനിക്ക് ഈ ഷുഗർ എന്ന് പറയുന്ന അസുഖം ഇല്ല. ശരി സാർ. പിന്നെ കണ്ണിന് ആണെങ്കിൽ ഇവര് ഇപ്പൊ പറഞ്ഞ പ്രകാരം ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തതാണ്. അതെ സാർ. അത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൊല്ലം ചൈതന്യയിൽ പോയിട്ട് 3 ഇഞ്ചക്ഷൻ എടുത്തു. സാറേ, ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം സാർ. അതായത് നമ്മൾ കണ്ണിൻ്റെ അകത്ത് ഇഞ്ചക്ഷൻ വേണ്ടി വരുന്നത് 1 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വരാം, 2 രക്തക്കുഴൽക്ക് പൊട്ടലോ നീർവീർക്കോ ഉണ്ടെങ്കിൽ വരാം, 3 ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷനുള്ള കണ്ടീഷനിൽ വരാം. ഇതെല്ലാം പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അതായത് നമ്മൾ ഈ ഇഞ്ചക്ഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അസുഖം നമ്മളെ ഒക്കുന്നത്രത്തോളം കാലം കാഴ്ച നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷനുകൾ ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് ഒരു 30-40 വയസ്സിൽ മനുഷ്യരുടെ ഒരു ആയുസ് ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ 80-90 വരെ മിക്കവരും ജീവിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പണ്ട് ഇതുപോലത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം പേർക്കും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ള ചികിത്സകൾ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു പരിധി വരെയെങ്കിലും കാഴ്ച നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് റേഡിയോ കൂടെ പറയാനൊക്കില്ല. ജനറലായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, 1 ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷനും കണ്ണിൻ്റെ രക്തക്കുഴലിൽ വരുന്ന തടസ്സവും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വരാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. 1 ഡയബറ്റീസ്, 2 ബ്ലഡ് ഷുഗർ BP, പിന്നെ കൊളസ്ട്രോളും പിന്നെ പുകവലി. അപ്പോൾ ഈ 4 ഘടകങ്ങൾ ഉള്ളതൊക്കെ നല്ലോണം കൺട്രോളാക്കി വെക്കുക. ഡോക്ടർ പറയുന്ന മുറയ്ക്ക് സാധാരണ മാസാമാസമാണ് പറയുന്നത്. മാസാമാസം ഞരമ്പിൻ്റെ സ്കാനിങ് ടെസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന പ്രകാരം ഇഞ്ചക്ഷൻ വെക്കുക. നമ്മളത് വൈകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഡിറ്റക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു. ഓക്കെ, വിളിച്ചതിന് നന്ദി. അപ്പോൾ ശ്രോതാക്കളെ, നേത്രരോഗങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ 12 മണിവരെ ഡോക്ടറുമായിട്ട് സംസാരിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം: 9496964321, മറ്റൊരു നമ്പർ 9496556321.
ഇനി ഒരു നമ്പർ 9496596321. നമുക്ക് പരിപാടിയിലേക്ക് തിരികെ വരാം. സാറേ, അന്ധത അല്ലെങ്കിൽ കാഴ്ച വൈകല്യങ്ങൾ എന്നിവയിൽ ആഗോള ശ്രദ്ധ പതിപ്പിക്കാനാണല്ലോ നാം വേൾഡ് സൈറ്റ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മുടെ ലോകം ഒരുപാട് പുരോഗമിച്ച്, സാർ ഇപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ വേളയിൽ ഇപ്പോൾ പണ്ട് കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് അന്ധതയോടെ ജനിക്കുമായിരുന്നു. അപ്പോൾ ഇത്രത്തോളം സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ മെഡിസിൻ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ അന്ധത അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഒരുപാട് അന്ധതയുടെ തോത് നമ്മുടെ നാട്ടിൽ ഒരുപാട് കുറഞ്ഞു വന്നു. നമുക്ക് തന്നെ അറിയാം, കാരണം നമ്മൾ പണ്ട് സമൂഹത്തിൽ കാണുന്ന അത്രത്തോളം ഒരു ബുദ്ധിമുട്ടായില്ല. അത് ഒരു പ്രധാന ഘടന എന്ന് പറയുന്നത് നമ്മൾ സ്ക്രീനിങ് തന്നെയാണ്. ഇപ്പോൾ എല്ലാ പ്രസവങ്ങളും ആശുപത്രിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനിച്ച ഉടൻ തന്നെ ശിശുരോഗ വിദഗ്ധൻ പീഡിയാട്രിഷ്യൻ കണ്ണുകൾ നോക്കുന്നു, മൊത്തത്തിൽ നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് പണ്ടൊക്കെ വരുന്ന നിയോനേറ്റൽ കൺജങ്ക്റ്റിവൈറ്റിസ് അത് വളരെ സിവിയർ ആയിട്ട് വരാം. അപ്പോൾ അത് പക്ഷേ വളരെ ലളിതമായിട്ടുള്ള തുള്ളിമരുന്ന് കൊണ്ട് കംപ്ലീറ്റ്ലി ക്ലിയർ ആക്കാം. അത് ഉണ്ടെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് മൂലമുള്ള അന്ധത കംപ്ലീറ്റ് ആയിട്ട് അവിടെ വെച്ച് തന്നെ തടയുകയാണ്. രണ്ടാമതൊരു കോമൺ കോസ് ഉണ്ടായിരുന്നത് റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി. അതായത് നവജാത ശിശു വെയിറ്റ് കുറഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഓക്സിജൻ കൊടുക്കുമ്പോൾ കണ്ണുകൾ ആ സമയത്ത് വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പുതിയ രക്തക്കുഴൽ വന്ന് കണ്ണിൻ്റെ അകത്ത് ഞരമ്പുകൾക്ക് ഡാമേജ് വരുന്ന അസുഖത്തിനാണ് റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി. അപ്പോൾ ഇതും വളരെ ഫലപ്രദമായിട്ട് ആരംഭത്തിലേ കണ്ടുപിടിക്കുകയും ലേസറോ കണ്ടാത്തുള്ള ഇഞ്ചെക്ഷൻസോ വളരെ ഫലപ്രദമായി ചെയ്യുന്നത് കൊണ്ട് റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി കാരണം വരുന്ന അന്ധത ഒരു പരിധി വരെ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം ഈ ഒരു അസുഖത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഡോക്ടർമാർ, ഇപ്പോൾ എല്ലാ നേത്ര വിദഗ്ധരും ROP ട്രീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അതിൽ തന്നെ എക്സ്പേർട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഡോക്ടർമാർ ഈ നവജാത ശിശുവിനെ നോക്കുകയും ആവശ്യമുണ്ടെങ്കിൽ കണ്ണിൽ ലേസറോ കണ്ണിൽ ഇഞ്ചെക്ഷൻസോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ച നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ അന്ധത കുറഞ്ഞ ഒരു കാരണം നമ്മൾ ഡെലിവറിക്ക് മുമ്പ്, പ്രസവം എടുക്കുന്നതിന് മുമ്പ് അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും അൾട്രാസൗണ്ട് സ്കാൻ ഇപ്പം എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, ടോക്സോപ്ലാസ്മ അതുപോലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരംഭത്തിലെ ഇതുപോലത്തെ അസുഖങ്ങൾ കണ്ടുപിടിച്ച് കുട്ടിയുടെ രോഗാവസ്ഥ മനസ്സിലാക്കി അച്ഛനും അമ്മയൊക്കെ തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരു പരിധിവരെ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് അപൂർവമായി വേണ്ടി വരുന്ന ഓപ്പറേഷൻസ് ആണ്. അത് കണ്ണിൻ്റെ നവജാത ശിശുക്കൾക്ക് കണ്ട പ്രഷർ വരാം, അല്ലെങ്കിൽ തിമിരം വരാം. പക്ഷെ ഇതൊക്കെ വരാനുള്ള ഒരു കാരണം നമ്മൾ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് സിവിയർ ആയിട്ടുള്ള ഡയറിയ, വയറിളക്കം വന്ന് അമ്മ ഡീഹൈഡ്രേറ്റ് ആയാൽ, ഇതൊക്കെ കാരണം കൊണ്ടാണ് പൊതുവെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ പത്രത്തോളം ഇപ്പം സാംക്രമിക രോഗങ്ങൾ ഇപ്പം വളരെ കുറവാണ്. ഇപ്പം നമ്മൾ പണ്ടത്തുള്ള പോലെ ഇപ്പം നമുക്ക് ചിക്കൻ പോക്സോ ഡിഫ്തീരിയോ വൂപ്പിംഗ് കോഫോ സ്മോൾ പോക്സോ ഇതെല്ലാം ചിക്കൻ പോക്സ് ഒക്കെ ഒരുപാട് കുറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടുകാർക്ക് അസുഖങ്ങൾ കുറയുന്ന പോലെ തന്നെ ഗർഭിണികൾക്ക് ഈ അസുഖം വരുന്നത് കുറയുന്നത് കൊണ്ടും, പിന്നെ ഗൈനക്കോളജിസ്റ്റ് പറയും ഇന്ന അസുഖങ്ങൾ റുബെല്ല ഒക്കെ ഈ ഒരു സമയത്ത് വന്നാൽ നവജാത ശിശുവിന് പ്രശ്നം ഉണ്ടാകാം. നിർഭാഗ്യവശാൽ വന്നാൽ അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അബോർഷനോ അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നത് കൊണ്ട് നവജാത ശിശുക്കൾക്ക് കാഴ്ച കുറഞ്ഞിട്ട് തോന്നുന്നു ഒരുപാട് കുറവാണ്. ഒന്ന് നമ്മൾ പ്രിവെൻഷൻ ലെവലിലും, രണ്ട് ട്രീറ്റ്മെൻറ്റ് ലെവലും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വിചാരിക്കുന്നത് വലിയ സാങ്കേതിക മികവുള്ള ഓപ്പറേഷൻ ഒന്നും ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് തുള്ളിമരുന്ന് തന്നെ കുട്ടിയുടെ കാഴ്ച രക്ഷപ്പെടുത്താം. അല്ലെങ്കിൽ നവജാത ശിശുവിന് പ്രിമച്യൂറായ കുട്ടിക്ക് ഓക്സിജൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഡോക്ടർ നോക്കുമ്പോൾ റെറ്റിനോപ്പതി പ്രിമച്യൂരിറ്റിയുടെ ആരംഭം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്കത് അറസ്റ്റ് ചെയ്യാനും ഫെർദർ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കാലികമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ബുദ്ധിമുട്ട്, ഞാൻ ഉൾപ്പെടെ, അപ്പം ഞാൻ റേഡിയോയിൽ സംഭാഷണം നടത്താൻ എളുപ്പമാണ്, പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു പേടി, ഇപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും അസുഖം കണ്ടുപിടിച്ചാൽ അയ്യോ ഇനി ക്യാൻസർ ആയിരിക്കും, അല്ലെങ്കിൽ ഇനി കൂടി എന്തെങ്കിലും ആയിരിക്കും, ഇനി ചികിത്സയില്ലാത്ത അസുഖം അല്ലെങ്കിൽ പിടിച്ചാൽ ഓപ്പറേഷൻ ചെയ്യുന്നതൊക്കെ ഭയം കാരണമാണ് പലപ്പോഴും നമ്മൾ ഈ ചികിത്സ തേടാതിരിക്കുന്നത്. പക്ഷേ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം ഈവൻ ഗ്ലോക്കോമ, പൂർണ്ണ അന്ധതയിലോട്ടുന്ന ഗ്ലോക്കോമയ്ക്ക് പോലും ഒരു തുള്ളിമരുന്ന് രാത്രി മാത്രം ഒഴിച്ചാൽ ഇപ്പം നമുക്ക് ഗ്ലോക്കോമ നമുക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. ഞാൻ 25 വർഷമായിട്ട് ഇപ്പം നേത്ര ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഗ്ലോക്കോമിക്കൽ ഓപ്പറേഷൻ വളരെ കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു അസുഖം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2-3 പുതിയ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് വന്നു. ഒരു 15 വർഷം മുമ്പ് ലറ്റനപ്രോസ്റ്റ് എന്നുള്ള പ്രോസ്റ്റേറ്റ് ആനലോഗ് മരുന്നുകൾ വന്നു. ഇത് ഒറ്റ തുള്ളി മരുന്ന് ഒരു തുള്ളി രാത്രി ഒഴിച്ചാൽ 30% കണ്ട പ്രഷർ കുറയ്ക്കുന്നു. അപ്പം ബഹുഭൂരിപക്ഷം പേർക്കും
ഈ ഒരു മരുന്ന് മാത്രം മതി. അപ്പോൾ ഇതിലും കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ 2 നേരം ഉപയോഗിക്കുന്ന വേറെ 3 കൂട്ടം മരുന്നുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നത് കൊണ്ട് തന്നെ ഓപ്പറേഷൻ്റെ തോത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു 20 വർഷം മുമ്പ് ഒരാൾക്ക് ഇങ്ങനെ അസുഖം വന്നു, കാഴ്ച നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി രക്ഷയില്ല എന്ന് വിചാരിക്കുന്നതൊക്കെ വെറുതെ ഉള്ള ചിന്തകളാണ്. ഒരുപാട് പുതിയ ട്രീറ്റ്മെൻറ്റും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പണ്ടൊരിക്കലും ഒരു ഡോക്ടർ ഇതിന് ചികിത്സയില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ച് പിന്നെ നമ്മൾ കാണിക്കാതിരിക്കുന്ന അബദ്ധമാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഉമ്മയമ്മയാണ്, ഒരു ഉമ്മയമ്മ. എവിടെ നിന്നാണ്? സ്ഥലം കൂടെ പറയണേ. ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കിടക്കും. ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. സാറേ. ആ ഹലോ സാർ. കേൾക്കാം സാറേ, എനിക്ക് ഒരു 10-18 വർഷമായി എനിക്ക് എൻ്റെ കണ്ണിന്റെ മേളത്തെ പോള ഇങ്ങനെ വീർത്തിരിക്കും. ശരി. താഴത്തെ ഭാഗത്തിന് ഇങ്ങനെ വീർപ്പുണ്ട്. അപ്പം കൊളസ്ട്രോൾ വന്ന ആൾക്കാരുടെ പിന്നെ കണ്ണിലോട്ട് നോക്കുമ്പോൾ കണ്ണ് ചെറിഞ്ഞതുപോലെ, കണ്ണിന് കുഴപ്പമില്ല, അടഞ്ഞ പോലെ ഇരിക്കും. എന്നിട്ട് പിന്നെ ഇപ്പൊ ഞാൻ ക്യാൻസറിന് ചികിത്സിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിന് മുന്നേ ഒക്കെ തുടങ്ങിയതായിരുന്നു. അന്നേരം ഞാൻ 2-3 ഡോക്ടർമാരെ കാണിച്ചിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇരിക്കുന്ന ഡാലിയ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. പുള്ളിക്കാരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു ഓക്സ് ഒഴിക്കാൻ എഴുതി തന്നായിരുന്നു. കണ്ണ് നോക്കിട്ട് അതൊക്കെ ഒഴിച്ചായിരുന്നു. ഇത് കണ്ണിന്റെ വെളിയിലുള്ള തഴമ്പ് കൊളസ്ട്രോളായിട്ട് ബന്ധപ്പെടുന്നത് മിക്കവാറും സാന്തലെസ്മ എന്നൊരു അസുഖമാകാനാ സാധ്യത. കൊളസ്ട്രോള് ഇല്ലായിരുന്നു സാറേ. അല്ല, കണ്ണിന്റെ പുറത്ത് തടുപ്പെന്ന് പറയുന്ന മഞ്ഞ നിറത്തിലുള്ള തടുപ്പാണോ മൊത്തത്തിലുള്ള തടുപ്പാണോ? മൊത്തത്തിൽ ഇങ്ങനെ വെച്ചാണൊക്കെ ആയിരിക്കുന്നത്. താഴത്തും ഭാഗത്ത് ചില സമയത്ത് കുറയും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ നമ്മള് ശരീരത്തിലെ ഏറ്റവും നേർന്ന തൊലി എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ 4 ചുറ്റുമുള്ള തൊലിയാണ്. അപ്പൊ നമുക്ക് BP യോ ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉള്ളവർക്ക് അധികം നേരം നിൽക്കുമ്പോൾ കാല് നീര് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കിടക്കുമ്പം നമ്മുടെ ഈ ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം കാരണം നമ്മുടെ മുഖത്തായിരിക്കും ഈ വെള്ളം നീരായിട്ട് കെട്ടുന്നത്. എണീച്ച് നിൽക്കുമ്പോൾ താഴോട്ട് വെള്ളത്തിനെ വലിക്കുന്നതുകൊണ്ട് കാലിൽ നീരായിട്ട് വരും. നമ്മൾ കുറേ നേരം കിടന്ന് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് വരാനുള്ള കാരണം ഏറ്റവും നേർന്ന തൊലി, ഏറ്റവും വെള്ളം അടിയാൻ ഒക്കുന്ന തൊലി എന്ന് പറഞ്ഞാൽ കണ്ട 4 ചുറ്റുള്ള തൊലിയാണ്. അതുകൊണ്ടാണ് ഒരു കാരണം. പിന്നെ തൈറോയിഡ് അതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലും വരാം. അപ്പൊ കണ്ണ് ഡോക്ടറെ, നേത്രവിദഗ്ധനെ കാണിക്കുന്നതിന്റെ കൂട്ടത്തില് അമ്മ ഒരു ഫിസിഷ്യൻ ഡോക്ടറെ. സാറേ, ഞാനേ 10-15 വർഷമായിട്ട് തൈറോയിഡിന്റെ പ്രഷറിന്റെ ഒക്കെ ഗുളിക കഴിക്കുന്ന ഒരാളാണ്. അതെ അമ്മ, ഇതിനൊക്കെ സൈഡ് ഇഫക്ട് ഞാൻ പറഞ്ഞോട്ടെ അമ്മ, ഇതിനെല്ലാം സൈഡ് ഇഫക്റ്റ് ആയിട്ടും പിന്നെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും ഒക്കെ ശരീരത്തിൽ നീര് കെട്ടുന്നത് കിഡ്നിയുടെയും എല്ലാ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട് വരും. അപ്പം നേത്രവിദഗ്ധനെ കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അമ്മയെ ചികിത്സിക്കുന്ന ഫിസിഷ്യൻ ഡോക്ടറും നെഫ്രോളജി കിഡ്നി ഡോക്ടറെ ആ ഡോക്ടറും എല്ലാവരും കൂടെ ചേർന്ന് വേണം ഇതിനൊരു കാരണം കണ്ടുപിടിച്ചിട്ട് നമുക്കത് പരിഹരിക്കാൻ ഒക്കുന്നതാണോ, അതോ ചെറിയ രീതിയിലുള്ള നീര് നമ്മുടെ ശരീരത്തിൽ കാണുമോ, അതോ കിഡ്നിക്ക് എന്തെങ്കിലും ഡയാലിസിസ് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു ഡോക്ടർമാരുടെ കൂട്ടായ്മയാണ്. അതായത് ഒരു സ്പെഷ്യലിസ്റ്റ് മാത്രമല്ല ഇതിൻ്റെ അകത്ത് അമ്മയുടെ അസുഖത്തിൽ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. അമ്മയെ ചികിത്സിക്കുന്ന ഓങ്കോളജിസ്റ്റും അമ്മയുടെ ഷുഗറും BP യും കൊളസ്ട്രോളും ഒക്കെ നോക്കുന്ന ഫിസിഷ്യൻ ഡോക്ടറും കണ്ണ് നോക്കുന്ന നേത്രവിദഗ്ധനും എല്ലാം കൂടെ ചെയ്തപ്പോൾ നല്ല ഡോക്ടറാണ് ഇപ്പോൾ അമ്മ പറഞ്ഞ ആ ഡോക്ടറും അവിടെ തന്നെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്പെഷ്യാലിറ്റീസും ഉള്ളതാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ എല്ലാ ഡോക്ടർമാരുടെയും ഒരു മേൽനോട്ടത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്നത് ഉറപ്പാണ്. 4 മാസത്തിന് മുന്നേ ഇവിടെ കാണിച്ചതാണ് ഞാൻ. അമ്മ, നമ്മൾ ഇതുപോലുള്ള അസുഖങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം മനുഷ്യൻ്റെ ശരീരത്തിലുള്ള BP യും കൊളസ്ട്രോളും ഷുഗറും ബാക്കി എല്ലാം ഓരോ നിമിഷവും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 മാസത്തിൽ മാത്രം കാണിച്ച ചികിത്സ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല. ഡോക്ടറെ കാണിച്ചിട്ട് എത്ര നാൾ ഒരിക്കലും റിവ്യൂ ചെയ്യേണ്ടതെന്നുള്ള ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്ന അനുസരിച്ച് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു പ്രാവശ്യം കാണിച്ചതുകൊണ്ട് മാത്രം ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം അമ്മ ഈ പറഞ്ഞ അസുഖത്തിന് കിട്ടില്ല. നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഓക്കെ, വിളിച്ചതിന് നന്ദി.
ഡോക്ടർ, ഇപ്പോൾ ജീവിതശൈലിയിൽ ആൾക്കാരുടെ ജീവിതശൈലി ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻ ടൈം കൂടിയിട്ടുണ്ട്. ഒരുപാട് പേര് കമ്പ്യൂട്ടറിന് മുന്നിലും ഫോണിന് മുന്നിലും ഒക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഈ ഡ്രൈനെസ് ഓഫ് ഐസ് എന്ന് പറയുന്നത് ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നത്? ഒരുവിധപ്പെട്ട എല്ലാ ചെറുപ്പക്കാർക്കും ഇപ്പോൾ തുള്ളിമരുന്നില്ലാതെ കണ്ണു തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ടെന്ന് ആണ് കാണുന്നത്. നമ്മളെ ജീവിതശൈലിയിലുള്ള വരുന്നൊരു വലിയ വ്യത്യാസം കോവിഡിന് ശേഷം അമിതമായിട്ടുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗം, അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള ഓവറായിട്ടുള്ള ഒരു പ്രവണത. നമ്മളെ ചില സോഷ്യൽ മീഡിയ ഇപ്പം യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും അവരുടെയൊക്കെ ഉദ്ദേശം നമ്മളെ പിടിച്ചിരുത്തുക എന്നുള്ള, നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂർ പോകുന്നു എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻഗ്രോസ്ഡ് ആയിട്ട് യൂട്യൂബോ കാര്യങ്ങളോ നോക്കുമ്പോൾ നമ്മൾ ഇമ വെട്ടുന്നതിൻ്റെ തോത് കുറഞ്ഞു വരുന്നു. നമ്മൾ സാധാരണ 10 സെക്കൻഡ് ഒരിക്കൽ നമ്മൾ ഇമ വെട്ടുന്നത് ബുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ സംസാരിക്കുമ്പോൾ, നമ്മൾ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ യൂസ് ചെയ്യുമ്പോൾ അത് 30 സെക്കൻഡ് ഒരിക്കലും 1 മിനിറ്റ് ഒരിക്കലായിട്ടൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് വരണ്ട കണ്ണുകൾക്കൊരു ഫാക്ടറാണ്. 2, നമ്മൾ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രതലത്തിൽ മാത്രം നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചം വീഴുകയും ബാക്കി ഭാഗമൊക്കെ ഇരുട്ടിലിരിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് രാത്രി നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്ന മൊബൈൽ നോക്കുക, ഒരുപാട് സ്ട്രെയിൻ അത് കൊടുക്കുന്നുണ്ട്. പിന്നുള്ളത് നമ്മൾ രാത്രി കാലങ്ങളിലുള്ള അമിതമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസ് അത് വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. 1, നമ്മുടെ ഇമ വെട്ടുന്നതിൻ്റെ തോത് കുറയുന്നു. 2, നമ്മുടെ ഉറക്കം നല്ല രീതിയിൽ കിട്ടുന്നില്ല. ഉറക്കം ഡിസ്റ്റർബ്ഡ്, ചിലപ്പോൾ ഉറക്കത്തിൽ ഇടയ്ക്ക് വെച്ച് മൊബൈൽ ഫോൺ നമ്മൾ തുറന്നു നോക്കുന്നു. എക്സസൈസിൻ്റെ അഭാവം, നമ്മൾ എക്സസൈസ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വെളിയിലോട്ട് ഇറങ്ങുന്നത്, സൂര്യൻ്റെ എക്സ്പോഷർ കുറയുന്നു. അതുകൊണ്ട് വൈറ്റമിൻ ഡി ലെവൽസ് നമ്മൾ ഒരുപാട് കുറയുന്നു. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആയിട്ട് വന്ന് കണ്ണിൻ്റെ വരൾച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞ ഓരോരോ പോയിന്റായിട്ട് നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം അത് വരൾച്ചയെ ബാധിക്കുന്നു. നമ്മൾ ജനറലായിട്ടുള്ള എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് നമുക്കത് നമ്മുടെ വരണ്ട കണ്ണുകൾ ഉണ്ടാക്കുന്നു. വെളിയിലിറങ്ങി സൂര്യൻ്റെ പ്രകാശം കുറച്ചെങ്കിലും കൊള്ളാത്തതുകൊണ്ട് വൈറ്റമിൻ D3 കുറയുന്നതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ അകത്തുള്ള ജലാംശം കുറഞ്ഞു വരുന്നു. ഫാസ്റ്റ് ഫുഡിൻ്റെ അമിത ഉപയോഗം കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകവും വൈറ്റമിൻസും മിനറൽസും കിട്ടാത്തത് കൊണ്ട് അത് ഇതിൻ്റെ സിറ്റുവേഷൻ വേഴ്സ് ആക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് പിന്നെ നമ്മൾ വെളിയിറങ്ങിയാൽ തന്നെ അന്തരീക്ഷ മലിനീകരണം, ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ പേപ്പർ കത്തിക്കുന്നതാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം മൊത്തം വികസനത്തിൻ്റെ ഭാഗമായിട്ട് റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പൊടി പടലങ്ങളിൽ കൂടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീട്ടിൻ്റെ തൊട്ട് സൈഡായിരിക്കും ഒരു റോഡ് പണി വരുന്നത്. ഇതെല്ലാം കാരണം നമുക്ക് ഡ്രൈ ഐ ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് ജോലി ചെയ്ത് വീട്ടിലെത്തുമ്പോൾ തണുത്ത വെള്ളം വെച്ച് കണ്ണ് കഴുകുന്നത് നല്ലതാണ്. ഉറങ്ങി എണീക്കുമ്പോഴും തണുത്ത വെള്ളം വെച്ച് കഴുകുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ചിലർ എല്ലാ അരമണിക്കൂർ 1 മണിക്കൂറും കണ്ണ് കഴുകിക്കൊണ്ടിരിക്കും. അത് അതിനേക്കാളും വലിയ പ്രശ്നമാണ്. നമ്മളെ കണ്ണിൻ്റെ അകത്ത് നോർമലായിട്ട് മ്യൂസിൻ, ലിപ്പിഡ്സ്, ലൈസോസൈംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഘടനയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ നമ്മൾ ദിവസം 1-2 പ്രാവശ്യം കണ്ണ് ശുദ്ധ ജലം വെച്ച് കഴുകുക. അത് കഴിഞ്ഞ് നമുക്ക് കണ്ണിൽ ഒഴിക്കുന്ന ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ് കിട്ടും. അത് ഇന്ന കമ്പനിയുടെ നില 10, 200, 400 ബ്രാൻഡുണ്ട്. ഇതിനകത്തെല്ലാം വരുന്ന കണ്ണീരിൻ്റെ അംശവും പിന്നെ കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് ആണ്. കിട്ടാവുന്ന ലാഭത്തിൽ കിട്ടുന്ന ഏത് ബ്രാൻഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കണ്ണ് റിപ്ലനിഷ് ചെയ്യാന്നുള്ള ഉദ്ദേശം നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ കണ്ണ് ഡ്രൈ ആകുമ്പോൾ 2 തുള്ളി ഒഴിക്കുന്നുണ്ട്, ദോഷമായിട്ടൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു ഇതും കൂടെ ഉള്ളത്, നമ്മൾ തുള്ളിമരുന്ന് ഒഴിച്ചിട്ടും കണ്ണിൽ കരകരപ്പ തട്ടിലെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിർബന്ധമായി നേത്ര വിദഗ്ധനെ കാണിക്കുക. കാരണം അത് കണ്ണിൻ്റെ അകത്ത് ചിലപ്പോൾ പൊടി തടഞ്ഞിരിക്കുന്നതാകാം, ചിലപ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് ആകാം, കൃഷ്ണമണിക്കുള്ള ചെറിയ ഡാമേജ് ആകാം. ഇതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സംഭാഷണ ഉടനീളം പറഞ്ഞു വരുന്നത് ഒരു റുട്ടീൻ ഐ ചെക്കപ്പ് നമ്മൾ ഈ വർഷം തീമായ ലവ് യുവർ ഐസിൻ്റെ ഒരു തീമിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ചെറിയൊരു കരകരപ്പോ തട്ടിലാണെങ്കിൽ പോലും ഡോക്ടറെ കാണിച്ച് അതൊരു പൊടിയല്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം കണ്ണിൽ പൊടിയുമായിട്ട് ഒരാഴ്ച വരെ ഇരുന്ന ആൾക്കാർ വരുന്നുണ്ട്. പല നാട്ടുവൈദ്യം ചികിത്സയും ചെയ്തിട്ട് കണ്ടാത്ത പൊടി ഒരാഴ്ചയ്ക്ക് ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് കൂടെ ആണെങ്കിൽ വ്രണമൊക്കെ ആയി കഴിഞ്ഞാൽ കണ്ണുവരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം ഒരു 10 സെക്കൻഡ് ഒരു ഡോക്ടർക്ക് മാറ്റാൻ ഒക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ മാസങ്ങളോളം ചികിത്സ പോയിരിക്കാം. അപ്പോൾ കൃത്യമായ സമയത്തെ പരിചരണം അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ കണ്ണിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്തേ, ആരാണ്? ഞാൻ പ്രകാശാണ്, കുട്ടനാട്. ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. പ്രകാശ് എന്നാണ് പേര് പറഞ്ഞത്? അതെ അതെ അതെ, പറഞ്ഞോളൂ. ഞാൻ RP പേഷ്യന്റ് ആണ്.
റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ അല്ല RP. ഓക്കെ, ശരി. 90% കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ശരി സാർ, അതിനെപ്പറ്റി അറിയാനായിട്ടാണോ? ആധുനിക ചികിത്സകൾക്ക് ഒരുപാടുണ്ടല്ലോ. അതെ, ഞാൻ അതിനെപ്പറ്റി നമുക്ക് ഇപ്പം ഒരുപാട് പേര് കേൾക്കുന്നവർ ഈ ഒരു അസുഖം കുടുംബത്തിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സമയം എടുത്തൊന്ന് പറയാം. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയുന്നത് കണ്ട ഞരമ്പുകൾക്ക് വരുന്ന ഒരു ക്ഷീണമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ ആരംഭത്തിലാണെങ്കിൽ നമ്മുടെ കണ്ണിന് ജനറലായിട്ടുള്ള പ്രൊട്ടക്ഷൻ, അതുകൊണ്ട് കുറച്ച് സമയത്ത് എല്ലാവർക്കും താല്പര്യമുള്ള ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഒക്കുന്ന ഉച്ച സമയത്തുള്ള വെയിൽ കഴിവതും കണ്ണിന് കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു സൺഗ്ലാസോ അല്ലെങ്കിൽ ഒരു തൊപ്പിയോ വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ ഇത് പോകുന്നത് UV ലൈറ്റ് പോകുന്നത് നമുക്കൊരു പരിധി വരെയെങ്കിലും നമുക്ക് തടയാനായിട്ട് സാധിക്കും. ജനറലായിട്ടുള്ള എക്സസൈസ്, കണ്ണിൻ്റെ അല്ല മൊത്തത്തിലുള്ള ഒരു എക്സസൈസ് കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് നല്ലതായിട്ട് ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ഏജ് റിലേറ്റഡ് ഐ ഡിസീസ് സ്റ്റഡി എന്നുള്ളൊരു പഠനത്തിൽ കാണിച്ചത് നമ്മുടെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും സിങ്കും മിനറൽസും ഒക്കെ നമ്മൾ എടുക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതായിട്ട് പഠനങ്ങളാൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, കാര്യം ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ A, D, E, K എന്നുള്ള വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെത്താൻ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഡ്നിക്കും ലിവറിനും ഒക്കെ ഡാമേജ് വരുമെന്നുള്ളത് കൊണ്ട് ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ അത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ മൂലമുള്ള കാഴ്ചക്കുറവിന് പ്രധാന കാരണം ഞരമ്പിൻ്റെ ആണെങ്കിലും ചിലർക്ക് ഇതിൻ്റെ കൂടെ കണ്ണിൽ പ്രഷർ കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടറെ ഒരു 3 മാസം 6 മാസം ഒരിക്കൽ കാണിച്ച് പ്രഷർ കൂടുന്നില്ല എന്നുള്ള ഉറപ്പാക്കുക. പിന്നെ ഉള്ളത് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ ഉള്ള ആളുകൾക്ക് പോസ്റ്റീരിയർ സബ്കാപ്സുലാർ കാറ്ററാക്ട് എന്ന് പറയുന്ന കണ്ണിൻ്റെ ലെൻസിൻ്റെ ഏറ്റവും പുറകിലത്തെ പാളിയിൽ വരുന്ന രീതിയിലുള്ള കാറ്ററാക്ട് വരാൻ സാധ്യതയുണ്ട്. ഈ ടൈപ്പ് കാറ്ററാക്ട് ഒരു 10% ഉള്ളെങ്കിലും കണ്ണിൻ്റെ ലൈറ്റിൽ കിടക്കുന്ന ലൈറ്റ് ചിന്നിച്ചെതറാനും കാഴ്ചയ്ക്ക് മങ്ങൽ വരാനും സാധ്യതയുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചയ്ക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് ജനറലായിട്ട് നമുക്ക് ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം, ആധുനിക ശാസ്ത്രത്തിൽ ചികിത്സകൾ എന്തൊക്കെ വരുന്നു എന്നുള്ളത്. നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ റിസർച്ചൊക്കെ വളരെ സ്പീഡിൽ നടക്കുന്നുണ്ട്. കാഴ്ച കിട്ടാനുള്ള ഉപാധികൾ, ഒന്ന് ജനിതകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെ അകത്ത് നമ്മൾ വൈറൽ വെക്ടേഴ്സ്, വൈറസ് എന്നുള്ള അണുബാധയ്ക്കകത്ത് നമ്മൾ കണ്ണിൻ്റെ കോശങ്ങളെ സ്ട്രോങ് ആക്കുന്ന ജീൻസും കൂടെ ചേർത്ത് കണ്ണിൻ്റെ അകത്തോട്ട് ഇഞ്ചെക്ഷൻ വെച്ചിട്ട് ഈ കോശങ്ങൾ കണ്ണിൻ്റെ അകത്തോട്ട് കടന്ന് നമ്മുടെ ഞരമ്പുകൾ, നമ്മുടെ സെൽസിനെ റിപ്പയർ ചെയ്യുന്നൊരു പ്രക്രിയയാണ് ജനിതക ട്രീറ്റ്മെൻറ്റ്. അതും നമുക്ക് ഒരുപാട് റിസർച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ റെറ്റിന ഇംപ്ലാന്റ്സ്. ഇപ്പോൾ തന്നെ 2-3 സർജറീസ് എക്സ്പെരിമെൻ്റൽ ബേസിസിൽ നടന്നിട്ടുണ്ട്. അത് കാഴ്ച കുറച്ചുകൂടെ ആൾക്കാർക്ക് തെളിയുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആൾക്കാർ ആശ്വസിപ്പിക്കാനായിട്ട് ഉടനെ ചികിത്സ വരുമെന്ന് പറഞ്ഞിരുന്നത് ആ സമയം താമസിയാതെ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. കാര്യം അത്രയും സ്പീഡിലാണ് റിസർച്ച് നടക്കുന്നത്. പണ്ടൊക്കെ 10-15 വർഷം കൊണ്ട് കണ്ടുപിടിച്ചൊരു വാക്സിൻ കോവിഡ് സമയത്ത് നമ്മൾ മാസങ്ങൾ കൊണ്ടാണ് അത് മുമ്പിലോട്ട് വന്നത്. ഇപ്പോൾ തന്നെ ഇന്നത്തെ പത്രത്തിലുള്ള വാർത്തയാണ്, വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഗുളിക ഇന്ത്യയിലെ തന്നെ ഏറ്റവും 2ാമത്തെ വലിയ സെയിൽസിൻ്റെ ഇതായിട്ട് വന്നു. അത്രത്തോളം എഫക്റ്റീവായിട്ട് കണ്ടുകൊണ്ടാണ് ഇത്രയും പേര് അത് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ചികിത്സിക്കാൻ ഒക്കാത്ത പല അസുഖങ്ങളും ഇപ്പോൾ ചികിത്സ വരും. ഇപ്പോൾ കണ്ണിൻ്റെ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു 15 വർഷം മുമ്പ് കണ്ടാത്തൊരു ഇഞ്ചക്ഷനെ പറ്റി നമ്മൾ അധികം കേട്ടിട്ടും കൂടിയില്ല. ഇപ്പം ഓരോ ആശുപത്രിയിലും 100 കണക്കിന് ഇഞ്ചക്ഷൻസാണ് ഓരോ മാസവും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ അകത്ത് വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ കണ്ണിൻ്റെ അകത്ത് വരുന്ന ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ വന്ന ആളുകൾക്ക് 5, 10, 15 വർഷം വരെയൊക്കെ കാഴ്ച നമുക്ക് നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് സാധിക്കും. ചിലർക്ക് ജീവിതകാലം മുഴുവൻ വരെ കാഴ്ച നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഇതേ ഇഞ്ചക്ഷനുകൾ തന്നെ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയിലും ഫലപ്രദമായിട്ടുള്ള പുതിയ ചികിത്സ വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് ഒരു രീതിയിലും നിരാശപ്പെടുത്തേണ്ട. വെറും വാക്ക് പറയുന്നതല്ല, നമുക്ക് സമീപ ഭാവിയിൽ നല്ല രീതിയിലുള്ള ചികിത്സ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുവരെ നമ്മുടെ കണ്ണുകൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ള ചികിത്സകൾ മാത്രം സ്വീകരിക്കുക. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അശാസ്ത്രീയ ചികിത്സയിൽ പലപ്പോഴും അതിൻ്റെ അകത്ത് സ്റ്റിറോയിഡും നമുക്ക് എന്തൊക്കെയാണ് കണ്ണെന്നുള്ള അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പുതിയ രീതിയിലുള്ള ചികിത്സ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് അതിനുള്ള ആരോഗ്യം കാണണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഉപദേശം, റെറ്റിനോപ്പതി RP ഉള്ള എല്ലാ വ്യക്തികളും 6 മാസത്തിൽ ഒരിക്കൽ ഒരു നേത്രവിദഗ്ധനെ കാണിക്കുക. കണ്ട പ്രഷർ നോക്കുക, തിമിരം കൂടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, ഞരമ്പിൻ്റെ സ്കാനിങ് ചെയ്ത് കണ്ടത് നീരോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പുതിയ ചികിത്സാ രീതികൾ വരുമ്പോൾ സ്വീകരിക്കാൻ നമ്മുടെ കണ്ണിനെയും ശരീരത്തെയും സജ്ജമായി വെക്കുക. ഓക്കെ, വിളിച്ചതിന് നന്ദി.
ഡോക്ടർ, ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് വളരെയധികം മാറ്റങ്ങളാണല്ലോ വരുന്നത്. പണ്ടത്തെ പോലത്തെ ഒരു സീസണൽ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് അല്ല, അബ്രപ്റ്റ് ആയിട്ടാണ് നമ്മുടെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെങ്കണ്ണ് ഇപ്പോൾ വളരെയധികം കൂടുതലാണെന്ന് ഡോക്ടറിന്റെ അനുഭവത്തിൽ നിന്നും പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പോൾ എങ്ങനെയാണ് ഇത് കൂടുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നത്? കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങളായിട്ട് വളരെ സിവിയർ ആയിട്ടുള്ള ചെങ്കണ്ണ് ആണ് ഇപ്പൊ കണ്ടത്. പണ്ടൊക്കെ നമ്മൾ സാധാരണ ചെങ്കണ്ണ് വന്നാൽ ഒരു 4-5 ദിവസം കൊണ്ടങ്ങ് മാറുന്നു. ഇപ്പം ഒരു 10 പേഷ്യൻസുകൾ എൻ്റെ അടുത്ത് വന്നത് ഒരു 2-3 ആഴ്ചയായിട്ട് ചെങ്കണ്ണ് മാറാതെ നിൽക്കുന്നു. അതിന്റെ കൂടെ മെംബ്രെയിൻ ഫോർമേഷൻ, അതായത് കണ്ണിന്റെ പോളയ്ക്കകത്ത് ഈ ചെങ്കണ്ണ് ബാധിച്ച് ഒരു മെംബ്രെയിൻ വന്ന് അത് ഇളക്കി മാറ്റിയാൽ മാത്രമേ ചെങ്കണ്ണ് മാറൂ. അത് ഇളക്കി മാറ്റാൻ കുറച്ച് ബ്ലീഡിംഗ് ഒക്കെ വരും. ഈയിടയ്ക്ക് ഒരു രോഗിക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം വരെ അത് മാറ്റിയിട്ടുണ്ട്. അത്ര സിവിയർ ആയിട്ടാണ് വരുന്നത്. പലപ്പോഴും പറ്റുന്നത് ചെങ്കണ്ണ് വരുമ്പോൾ അത് ആരംഭത്തിലേ നല്ല രീതിയിൽ നമ്മൾ ചികിത്സിക്കാതെ, നമ്മൾ ആവശ്യമുള്ള തോതിലുള്ള ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കാതെ വരുമ്പോൾ രോഗം ഇതിന് റെസിസ്റ്റന്റ് ആവുന്നു. നമ്മളെ പണ്ടൊക്കെ പറയുള്ളൂ, നമ്മളൊരു പാമ്പിനെ കണ്ട തലയ്ക്കാൻ അടിക്കണമെന്ന്, അല്ല നോവിച്ച് ഇത്ര തിരിച്ചു വന്ന് കൊത്തുവെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ നിസ്സാരമായി കരുതുന്ന ചെങ്കണ്ണ് നമ്മൾ ആരംഭത്തിലേ ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ ആക്കിയില്ല എങ്കിൽ ചില അവസരങ്ങളിൽ നമ്മൾ ഒഴിക്കുന്ന മരുന്ന് കറക്റ്റായിട്ടുള്ള മരുന്നല്ല എങ്കിലും, കറക്റ്റായിട്ടുള്ള തോതിലല്ല എങ്കിലും, അല്ലെങ്കിൽ മരുന്ന് മാറിയിട്ടുള്ള പോവുകയാണെങ്കിലും ഈ അണുബാധ കണ്ണിന്റെ പോളയിലോട്ട് കടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി ചിലപ്പോൾ ആഴ്ചകളോളം ഇടയ്ക്കും ചികിത്സിച്ച് മാറ്റാൻ നിർഭാഗ്യവശാൽ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാം കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നിസ്സാരമായി നമ്മൾ കരുതുന്ന ചെങ്കണ്ണാണെങ്കിലും നമ്മൾ ഡോക്ടറെ കണ്ടത് ട്രീറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെ വരുന്ന തടയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ അകത്ത് വരുന്ന ചെങ്കണ്ണൊരു വ്യക്തിയുടെ കണ്ണീരിൽ അല്ലെങ്കിൽ സ്രവത്തിൽ അണുബാധ കാണും. അപ്പോൾ നമ്മൾ കൈവച്ച് കണ്ണിൽ തൊട്ടാൽ നമ്മുടെ കയ്യിലോട്ട് ആ സ്രവത്തിൽ അണുബാധ കാണുകയും നമ്മൾ പിന്നെ തൊടുന്ന എല്ലാ പ്രതലത്തിലും അത് സ്പ്രെഡ് ആവുകയും അടുത്ത് തൊടുന്ന ഒരാൾ അവിടെ തൊട്ട് കണ്ണിലോട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് അത് സ്പ്രെഡ് ആവും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒക്കില്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഒരു ടേബിളിൻ്റെ മുമ്പിലായിരിക്കുന്നത്, അതിലൊരു ഫെൽറ്റ് ഇട്ടിട്ടുണ്ട് സൗണ്ട് അബ്സോർബ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് ചെങ്കണ്ണുണ്ടെങ്കിൽ തൊട്ട് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ക്ലിയർ ആക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത് വരുന്ന ഒരാൾ തൊട്ട് കണ്ണ് തൊടുകയാണെങ്കിൽ ചെങ്കണ്ണ് വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് ചെങ്കണ്ണ് നമ്മുടെ സമൂഹത്തിലോ വീട്ടിലോ ഉണ്ടെങ്കിൽ നമ്മുടെ കൈവച്ച് നമ്മുടെ കണ്ണുകൾ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൈൻ്റെ അകത്ത് അണുബാധ വന്നിട്ടുണ്ടോ തോന്നുകയാണെങ്കിൽ ഉടനെ സോപ്പ് വെള്ളം വെച്ച് സാനിറ്റൈസർ വെച്ച് കണ്ണ് കഴുകുക. മറ്റുള്ളവർ ഉപയോഗിച്ച തോർത്ത് ചീപ്പ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പം ഒരു നേത്ര വിദഗ്ധൻ ഒരു ദിവസം 10-20 ചെങ്കണ്ണ് ഉള്ള വ്യക്തികളെ കാണുന്നെങ്കിലും അവർക്ക് ചെങ്കണ്ണ് വരുന്നത് വളരെ കുറവാണ്. ഒന്ന്, നമ്മൾ എക്സ്പോഷർ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി കാണാം. 2, ഞങ്ങൾ കോൺഷ്യസ് ആയിട്ട് കൈവച്ച് കണ്ണിൽ തൊടാത്തതുകൊണ്ടാണ്. അപ്പം കൈവച്ച് തൊട്ടാൽ മാത്രമേ സ്പ്രെഡ് ആവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ചെങ്കണ്ണ് വരാനുള്ള കാരണങ്ങൾ, ഒന്ന്, നമുക്ക് ഒരുപാട് വേർക്കുമ്പോൾ നമ്മൾ കണ്ണ് എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ണ് പൊടി പോയി കണ്ണ് തിരുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെങ്കണ്ണ് വരാനുള്ള സ്പ്രെഡ് ആവുന്ന സാധ്യത കൂടുതൽ, പ്രത്യേകിച്ച് ഡയബറ്റിക് ആണെങ്കിൽ. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? വിളിക്കുകയാണ്. ഓക്കെ, സംസാരിച്ചോളൂ. പറഞ്ഞോളാം. ഡോക്ടർ നമസ്കാരം. ഞാൻ റൊമാറ്റിക് ആർത്രൈസിന് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുമ്പം HCQS 200 രാത്രി ഒരെണ്ണം വീതം കഴിക്കുന്നുണ്ട്. അത് കണ്ണിന് വല്ല പ്രശ്നം ഉണ്ടാക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. കണ്ണിന് പ്രശ്നം ഉണ്ടാക്കുന്ന മരുന്നാണ്, പക്ഷേ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ശരീരത്തിന് മൊത്തം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഗുളികയ്ക്കുള്ള പ്രയോജനം എന്താണെന്നുള്ള നോക്കിയിട്ട് അതിന്റെ സൈഡ് എഫക്റ്റ് നോക്കുന്നു. ഇത് രണ്ടും താരതമ്യപ്പെടുത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് സൈഡ് എഫക്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ആ ചികിത്സ സ്വീകരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയാം, നമ്മൾ അമിതമായിട്ട് നമ്മൾ ശ്വാസം വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ശരീരത്തിൽ ഓക്സിജൻ കൂടി നമുക്ക് തലകറക്കം വരും. അത് ഓക്സിജന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ശ്വാസം എടുക്കാതിരിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മൂത്രം ഒഴിക്കും ബാത്റൂമിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വെള്ളം കുടിക്കാതിരിക്കുന്നില്ല. കാര്യം വെള്ളം കുടിച്ചാൽ നമുക്ക് ആയുസ് പോകും, ശ്വസം എടുത്തില്ലെങ്കിൽ നമ്മൾ ആയുസ് അവിടെ നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ഒരാൾക്ക് ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ശരീരം തന്നെ ശരീരത്തെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജോയിന്റ്സ് ഒക്കെ വളഞ്ഞു പോവുകയും നടക്കാനും വേദന കൂടി വരിക, അത് കാരണം വണ്ണം കൂടുകയും. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അതന്നെ ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഇതുപോലൊക്കെ വരും. ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അകത്ത് വരുന്ന സൈഡ് എഫക്റ്റ്, ഒന്ന് കണ്ണകത്ത് വരൾച്ച വരാം, ഡ്രൈ ആയി വരാം. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തുള്ളിമരുന്നുകൾ കൊണ്ട് പരിഹരിക്കാം. 2, കണ്ണിന്റെ ഞരമ്പുകൾക്ക് ഡാമേജ് വരാം. അതിൽ നമ്മൾ 6 മാസത്തിലൊരിക്കൽ കാഴ്ചയുടെ വ്യാപ്തിയുടെ ടെസ്റ്റായ ഫീൽഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യണം.
അതിൻ്റെ കൂടെ OCT എന്ന് പറഞ്ഞ റെറ്റിനയുടെ സ്കാനിങ് ടെസ്റ്റ് ചെയ്യണം. ഈ 2 ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് തിന്നിങ് കാണുകയാണെങ്കിൽ നമ്മൾ ഡോസിങ് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ണിന് വരാൻ സാധ്യതയുള്ള സൈഡ് എഫക്ട്സ് ഒരു നേത്ര വിദഗ്ധൻ്റെ മേൽനോട്ടത്തിൽ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഡോസ് ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റോ അധികം പ്രശ്നങ്ങളോ ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഒക്കും. പക്ഷേ കണ്ണിൽ വരാനുള്ള സൈഡ് എഫക്റ്റിനെ പറ്റി ആലോചിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിർത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അത് തടയാനായിട്ടാണ് ചികിത്സിക്കുന്ന എല്ലാ റുമറ്റോളജി ഡോക്ടർമാരും ഒരു നേത്ര വിദഗ്ധനെ കാണിച്ച് 6 മാസത്തിലൊരിക്കൽ കണ്ണിൻ്റെ കാറ്ററാക്ട് ഉണ്ടോ എന്ന് നോക്കുന്നു, കണ്ട മർദ്ദം അളക്കുന്നു, കാഴ്ചയുടെ വ്യാപ്തി നോക്കുന്നു, കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഫോട്ടോ എടുത്ത് കണ്ടാത്തുള്ള OCT സ്കാനിങ് ടെസ്റ്റ് ചെയ്ത് കണ്ട നടുക്കുള്ള ഭാഗത്ത് എത്രത്തോളം കനമുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അത് കാലികമായി കുറയുകയാണെങ്കിൽ അതിനുള്ള വേണ്ട ചികിത്സ ചെയ്യുന്നു. അമ്മ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ അസുഖങ്ങൾ, ഈ രോഗ ചികിത്സയിൽ കണ്ണിന് വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത് ഈ ചികിത്സയിൽ എല്ലാ ഡോക്ടർമാർക്കും അറിയാവുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നിരന്തരം കണ്ണുകളെ നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരംഭത്തിലേ കണ്ടുപിടിച്ച് നമ്മൾ ഡോസ് മാറ്റുകയോ മരുന്ന് മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ അസുഖവും ഭേദമായിട്ടിരിക്കും, കണ്ണുകൾക്കും ഒന്നും പറ്റില്ല. ഓക്കെ, വിളിച്ചതിന് നന്ദി. ശരി. ഡോക്ടർ, ഇപ്പോൾ തന്നെ അന്ധത കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നേത്രദാനത്തിലൂടെ എത്രത്തോളം എത്ര ശതമാനം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു റേറ്റ്? അന്ധത അനുഭവിക്കുന്നവർ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വെയിറ്റ് ചെയ്യുന്നു, അത് അവർക്ക് ലഭ്യമാകുന്നതിൻ്റെ ഒരു റേറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാർക്ക് പലർക്കും ഒരു സ്റ്റിഗ്മയാണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നൊന്നും ധാരണയില്ലാത്ത ബന്ധുക്കളും ഒക്കെ ഈ ഒരു പ്രോസസ്സിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ടല്ലോ. നമ്മൾ നേത്ര അന്ധതയ്ക്കുള്ള കോർണിയൽ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യുന്നത് കണ്ണിൻ്റെ ഞരമ്പുകളെയല്ല, കണ്ണിൻ്റെ ഏറ്റവും മുമ്പിലുള്ള സുതാര്യമായ കൃഷ്ണമണിയുടെ സുതാര്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മൾ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അത് മരണാനന്തരം എത്രത്തോളം പെട്ടെന്ന് കണ്ണുകൾ ദാനം ചെയ്യാം അത്രത്തോളം ആരോഗ്യമുള്ള കണ്ണുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു 8 മണിക്കൂർ വരെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പെട്ടെന്ന് എടുക്കുന്നു അത്രത്തോളം നല്ലതായിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടും. കണ്ണുകൾ മൊത്തത്തിൽ നമ്മൾ ശസ്ത്രക്രിയ വഴി ടെക്നീഷ്യനോ ഡോക്ടറോ മാറ്റുകയും അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അഭംഗിയോ വ്യത്യാസം തോന്നാതിരിക്കാനായിട്ട് കൃത്രിമ കണ്ണുകൾ വെക്കുകയും അതിൻ്റെ മുമ്പിൽ പഞ്ഞി വെക്കുകയും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡെഡ് ബോഡിക്ക് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഇതുവരെ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ അച്ഛനാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും എല്ലാവരും തന്നെ മരണാന്തരം ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഡൊണേഷന് വില്ലിങ്നെസ് പത്രം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വില്ലിങ്നെസ് എഴുതി കഴിഞ്ഞാലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാനല്ല പെർമിഷൻ കൊടുക്കുക, എൻ്റെ അടുത്തുള്ള ബന്ധുക്കളാണ്, ഭാര്യയും മക്കളുമാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയാം എൻ്റെ ആഗ്രഹം അറിയാം. അതുകൊണ്ട് അവരാരും വിലകിലടി നിൽക്കത്തില്ല. എൻ്റെ കണ്ണുകൾ അപ്പോൾ എന്തായാലും ഡൊണേഷന് എടുക്കും എൻ്റെ മരണാനന്തരം. അപ്പോൾ ഇത് നമ്മൾ എത്രത്തോളം പെട്ടെന്ന് അത്രത്തോളം അത് ബെനിഫിഷ്യലായിട്ട് വരുന്നു. ഇത് മറ്റൊരാൾക്ക് മാറ്റി വെക്കുമ്പോൾ പണ്ട് ഒരു കണ്ണ് ഒരാൾക്ക് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണിൻ്റെ ലെയർ ബൈ ലെയർ ചെയ്യാൻ ഒക്കുന്നുണ്ട്. ഒരു കണ്ണ് 2 or 3 പേർക്ക് വരെ നമുക്ക് ഡൊണേഷനായിട്ട് കൊടുക്കാൻ സാധിക്കുന്നു. കുറച്ചധികം പേർ ഡൊണേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എത്രത്തോളം കിട്ടാമോ അത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട്. തിരുവനന്തപുരത്ത് നേത്ര ബാങ്ക് പ്രൈവറ്റിലും ഉണ്ട്, ഗവൺമെന്റിലും ഉണ്ട്. നമുക്കത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടറോട് സംസാരിക്കാം കേട്ടോ. പറഞ്ഞോളൂ അമ്മ. എന്റെ പേര് ശാന്തകുമാരി, വർക്കല. അതെ, സംസാരിച്ചോളൂ. കണ്ണമ്പ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം അമ്മ, പറഞ്ഞോളൂ. ശാന്തകുമാരി അമ്മ പറഞ്ഞോളൂ. എന്റെ കണ്ണിന് കാറ്റാക്കിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഷുഗർ പേഷ്യന്റ് ആണ്. 10-15 വർഷം കൊണ്ട് ഉണ്ട്. അപ്പൊ പിന്നെ തിമിരത്തിന്റെ വന്ന കാരണം ടെസ്റ്റ് ചെയ്തിട്ട് വലത് കണ്ണിനായിരുന്നു കാഴ്ച കുറവ്. ശരി. അപ്പം വലത് കണ്ണിന്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പം ഡിസംബറിൽ 1 വർഷമാവും. വർക്കല തന്നെ ചെയ്തത്. ശരി. പിന്നെ അതിപ്പം കണ്ണിന് ഡ്രൈനെസ് ഉണ്ട്. അത് ഞാൻ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് 3 മാസം വരെ ഐ ഡ്രോപ്സ് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ശരി. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ടിയർ ലൂബ് എന്ന് പറഞ്ഞു 61. ശരി. ടിയർ ലൂബ് എന്ന് പറഞ്ഞ മരുന്നാണ് ഒഴിച്ചോണ്ടിരുന്നത്. അപ്പൊ അത് പിന്നീട് 3 മാസം കഴിഞ്ഞ് ചെക്കപ്പ് ചെന്നപ്പോ ഒഴിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. വീണ്ടും കണ്ണ് നല്ല ഡ്രൈനെസ് ഉണ്ട്. പിന്നെ വെള്ളം ഒഴിക്കണ്ണ് നല്ല വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ കുറച്ച് നേരത്തേക്കൊരു ആശ്വാസമുണ്ട്. അപ്പൊ പിന്നീട് മറ്റേ കണ്ണം ചെയ്യണോന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് പോയില്ല.
അപ്പൊ എന്ത് ചെയ്യണം ഡോക്ടറെ ഈ ഡ്രൈനസ് വരുന്നതിന്? കാഴ്ച കിട്ടുന്നുണ്ട്. നമ്മൾ ഡ്രൈനസ് സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് ആകുമ്പോൾ ഡയബറ്റീസ് കഴിക്കുന്ന പല മരുന്നുകളും കണ്ണ് ഡ്രൈനസ് ഉണ്ടാക്കും. നമുക്ക് ചെയ്യാൻ ഒക്കുന്ന കാര്യം ഒന്ന്, നമ്മൾ എല്ലാ അരമണിക്കൂർ 1 മിനിറ്റ് കണ്ണൊന്ന് അടച്ചു വെക്കുക. പിന്നെ കണ്ണിൽ ചൂട് കാറ്റ് കൊള്ളാൻ അല്ലല്ല, എല്ലാ അരമണിക്കൂറിലും 1 മിനിറ്റ് കണ്ണ് അടച്ച് വെക്കുക. നമ്മൾ എപ്പോഴും കണ്ണ് കഴുകിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കണ്ണില് ജന്മന നമ്മുടെ കണ്ണ് സാധാരണ ഉണ്ടാക്കുന്ന കെമിക്കൽസ് പോകുന്നതുകൊണ്ട് എപ്പോഴും കണ്ണ് കഴുകിക്കൊണ്ടിരിക്കുന്നത് നല്ലതല്ല. ദിവസം 1-2 നേരം മാത്രമേ കണ്ണ് കഴുകാൻ പാടുള്ളൂ. അതും ശുദ്ധമായിട്ടുള്ള ജലത്തിൽ. ഒരുപാട് കണ്ണ് താഴെയൊക്കെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മോശമാകത്തുള്ളൂ. അപ്പോൾ 1-2 പ്രാവശ്യം മാത്രം കണ്ണുകൾ കഴുകുക. ഫാനിന്റെ AC അടിയിൽ കണ്ണ് അധികം കാറ്റ് കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചൂടുള്ള ഭാഗത്ത് പോകാതിരിക്കുക. ചൂടുള്ള അടുപ്പിന്റെ അടുത്ത് പോയാലും കണ്ണീര് പെട്ടെന്ന് വറ്റിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ചൂടുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുക. കണ്ണിൽ ഡയറക്റ്റായിട്ട് കാറ്റ് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ അരമണിക്കൂറും 1 മിനിറ്റ് കണ്ണടച്ച് വെക്കുന്നത് നല്ലതാണ്. പിന്നെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും omega-3 ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും കണ്ണീര് കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ തന്നിട്ടില്ലെങ്കിൽ വൈറ്റമിൻ D3 കാൽഷ്യം ഗുളികയും omega-3 ഫാറ്റി ആസിഡ് ഗുളിക ഒന്ന് തരാനായിട്ട് പറയുക. അതിൻ്റെ കൂടെ ഈ ടീയർ സപ്ലിമെന്റ് ഡ്രോപ്സ് അമ്മ ഒഴിക്കുന്നത് ദിവസം ഒരു 3, 4, 5, 6 നേരം വരെ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. അത് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു മരുന്നാണ്. അത് ജീവിതകാലം മുഴുവൻ ഒഴിച്ചാലും വേറെ സൈഡ് എഫക്റ്റോ പ്രോബ്ലംസോ ഒന്നുമില്ല. ടിയുലൂബ് നല്ല മരുന്നാണ്. അങ്ങനത്തെ ഒരുപാട് മരുന്നുകളുണ്ട്. ടിയുലൂബ് എന്ന് പറഞ്ഞ മരുന്ന് നല്ലതാണ്. ഒരുപാട് മരുന്നുകളുണ്ട്. 200, 300 മരുന്നുണ്ട്. ലാഭത്തിൽ ഏതാണോ കിട്ടുന്നത് അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു ദോഷവും ഇല്ല. ദിവസം ഒരു 4, 5 പ്രാവശ്യം വരെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. 2 കണ്ണിലും ഒഴിക്കുക. സ്ഥിരമായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദോഷമില്ല. മറ്റേ കണ്ണ് ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല. ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ കണ്ണിന്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കോസ്മെറ്റിക് ഒഫ്താൽമോളജി എന്നുള്ളൊരു ശാഖ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ അതിന്റെ ഉപഭോക്താക്കളുമാണ്. അപ്പോൾ ഈ കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് കണ്ണിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം പറയാമോ? നമുക്ക് ലളിതമായിട്ട് നമ്മൾ തന്നെത്താൻ ചെയ്യുന്ന കാര്യങ്ങൾ, കൺമഷി എഴുതുക, ഐഷാഡോ ഇടുക, ഇത് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു റെപ്യൂട്ടഡ് ബ്രാൻഡ് മാത്രം ഉപയോഗിക്കുക. കാര്യം പലപ്പോഴും പറ്റുന്നത് നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ചിലപ്പോൾ വില കുറഞ്ഞുള്ള വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഹെവി മെറ്റൽസ് ഉണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് എത്രത്തോളം സ്റ്റെറിലിറ്റിയും പ്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രം വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെയുള്ള പ്രൊമോഷൻസിൽ ചിലർക്ക് മാത്രമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഓട്ടോ ഇമ്മ്യൂണായിട്ട് വരുന്നത് ചിലപ്പോൾ ഇതൊരു ഘടകമാകാം. മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുഖത്ത് വെള്ളപ്പാട് വരുന്നത്, ബാക്കിയുള്ള ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത് ഹെവി മെറ്റൽ ടോക്സിറ്റി ഒക്കെ ഘടകമല്ല എന്നൊക്കെ പറയാം. അപ്പോൾ റെപ്യൂട്ടഡ് ബ്രാൻഡുകൾ, അറിയപ്പെടുന്ന ബ്രാൻഡുകൾ, അറിയപ്പെടുന്ന മാനുഫാക്ചറേഴ്സിൽ നിന്ന് മാത്രം വാങ്ങിക്കുക. പിന്നെ ശുചിത്വം പാലിക്കുക. നമ്മൾ കോസ്മെറ്റിക്സ് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരാളുടെ അസുഖം മറ്റൊരാൾക്ക് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തന്നെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റേജ് ഷോയ്ക്ക് പോകുന്ന കുട്ടികളും ഡാൻസിന് പോകുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ക്രീമുകൾ ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് അണുബാധ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഭാഗം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം ഓക്ലോപ്ലാസ്റ്റി അല്ലെങ്കിൽ സൗന്ദര്യവൽക്കരണത്തിനുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ആയിരിക്കണം ഉദ്ദേശിച്ചത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ബോട്ടോക്സ് ഇഞ്ചക്ഷനാണ്. നമ്മുടെ മുഖത്ത് സൈഡിൽ വരുന്ന ചുളിവുകൾ മാറ്റാനായിട്ടും മുഖത്തും നെറ്റിയിലൊക്കെ വരുന്ന സ്കാറുകൾ അല്ലെങ്കിൽ ചുളിവുകൾ മാറ്റാനായിട്ട് നമുക്ക് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ വെക്കാം. ബോട്ടുലിൻ ടോക്സിൻ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ആ മസിലിന്റെ കോച്ചിപ്പിരിക്കൽ മാറുന്നത് കൊണ്ട് ഒരു 6 മാസം വരെ അതിന് എഫക്റ്റ് കാണും. അത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് രണ്ടാമത് ചെയ്യേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെയിൻലി ഇപ്പം സിനിമ ഫീൽഡിലും സ്റ്റേജ് ഷോസും ചെയ്യുന്ന ആളുകളാണ് പൊതുവേ ഇതൊക്കെ സ്വീകരിക്കാറ്. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിലും ഇപ്പം എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ ഒരു നല്ലൊരു ഫോട്ടോ വേണമെന്നുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നല്ലൊരു ഫോട്ടോ വേണമെന്നുണ്ട്. എല്ലാവരും ലൈക്കുകൾക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ചെയ്യുന്നത് ഫില്ലേഴ്സ് നമുക്ക് വെക്കാം. അപ്പം നമ്മുടെ കണ്ണിൻ്റെയോ മൂക്കിൻ്റെയോ മുഖത്തോ ഏതെങ്കിലും ഭാഗങ്ങൾ നമുക്ക് ലെവലല്ല അല്ലെങ്കിൽ കുറച്ച് കൊഴിഞ്ഞിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വെച്ച് അതിനെ നമുക്ക് നമ്മൾ സിമെന്റ് പൊട്ടിയിട്ട് നമ്മുടെ വീട് ലെവൽ ചെയ്യുന്ന പോലെ നമുക്ക് ലെവൽ ചെയ്യാം. അതുപോലെ മൂക്കിന്റെ ഷേപ്പ് മാറ്റാനായിട്ടാണെങ്കിലും നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ള ഡോക്ടർമാർ ഓക്ലോപ്ലാസ്റ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻസ്, കോസ്മെറ്റിക് സർജൻസ്, ഡെർമറ്റോളജിസ്റ്റ് ആയി ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ മേൽനോട്ടത്തിൽ നോക്കിയിട്ട്, അപ്പം ഒന്ന് നമ്മൾ നോക്കേണ്ടത് ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ട് നോക്കുക. കാര്യം ഇത്
ഒരുപാട് പേര് ചിലപ്പോൾ ട്രെയിനിങ്ങിൻ്റെ പേരിൽ മാത്രം ചെയ്യുന്നതും പല കേസിലും റിപ്പോർട്ടഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ പ്ലാസ്റ്റിക് സർജൻ ആണോ ഡെർമറ്റോളജിസ്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ ഒക്കുന്ന, എനിക്കും വലിയ ഒരു പ്രാവീണ്യമുള്ളതല്ല, പക്ഷേ നമ്മൾ മേക്കപ്പിലൊക്കെ തന്നെ നമ്മൾ സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായി പഠിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് മേക്കപ്പിനൊരു പരിധി ഉണ്ടെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്നുണ്ടെങ്കിലും പരിധി ഇല്ലാത്തൊരു കാര്യമാണ് മേക്കപ്പിന്. പലപ്പോഴും സിനിമ നമുക്കൊരു ട്രാൻസ്ഫോർമേഷനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. അപ്പോൾ അതൊക്കെ സേഫായിട്ട് റിപ്പീറ്റഡ് ഡോക്ടറുടെ ക്രെഡൻഷ്യൽസ് നോക്കിയിട്ട് ചെയ്യുന്നതിന് തെറ്റില്ല. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കിളിമാനൂർ നിന്നാണ് സുനിൽകുമാർ. ഓക്കെ, സംസാരിച്ചോളൂ. എനിക്ക് ഒരു 2.5 വർഷം മുമ്പ് എനിക്കൊരു ചെറിയൊരു ഇത് പറ്റി. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് കട്ടിലിൽ നിന്ന് വീണുപോയി രാത്രി. അയ്യോ, ശരി. അത് വീണതിന് ശേഷം എനിക്ക് ഡബിൾ വിഷനാണ്. 2.5 വർഷമായോ? 2.5 വർഷമായി. പക്ഷെ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇതിനെ പറ്റി ചികിത്സ നടത്തി. 2 സ്ഥലത്തുനിന്ന് എനിക്ക് 2 ഗ്ലാസ്. കാരണം എന്താ കണ്ടുപിടിച്ചവര്? കാരണം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് ടെസ്റ്റുകൾ എന്നെ കൊണ്ട് നടത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കട്ടിൽ നിന്ന് വീഴാനുള്ള കാരണം എന്താണ്? കാരണം എനിക്ക് ലോ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പൊ നമുക്ക് കാരണമായല്ലോ. അങ്ങനെ വന്നപ്പോഴാണ്. അതെ, അപ്പൊ കാരണങ്ങൾ ഇല്ലാന്ന് പറയാനൊക്കില്ല. പിന്നെ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യിച്ചു എന്ന് പറയുന്നതും അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ടെസ്റ്റ് ഒരു ധ്വനി വരുന്നത്, അത് രണ്ടും ശരിയല്ല. കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് കട്ടിൽ നമ്മൾ സാധാരണ ഒരാൾ വീഴത്തില്ല. വീഴാനുള്ള കാരണം തന്നെ ലോ ഷുഗർ ആയതാണ്. അപ്പൊ അത് കാണിക്കുന്ന ഷുഗറിന്റെ കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഷുഗർ കുറഞ്ഞ ഒരാൾ വീഴുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ന്യൂറോളജിക്കൽ ഇംബാലൻസാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് കണ്ണിൻ്റെ ന്യൂറോളജിക്കൽ ഇംബാലൻസ് ആണ് ഇരട്ടിപ്പായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ CT സ്കാൻ MRI ചെയ്യുമ്പോഴത്തേക്കും ഈ കണ്ണിനെ ചലിപ്പിക്കുന്ന മസിലുകളുണ്ട്. 3, 4, 6 നെർവ്സ് ആണ്. 3, 4, 6. കണ്ണിൻ്റെ 4 ചുറ്റും നമുക്ക് മസിലുകളും ഉണ്ട്. ഇപ്പോൾ ഈ മസിലുകൾ ചലിപ്പിക്കുന്ന നെർവ്സിനെ സപ്ലൈ ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നാണ്. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗറിൽ വ്യതിയാനം വരുന്ന ഒരാൾക്ക് തലച്ചോറിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയങ്ങളിൽ കണ്ണിൻ്റെ ഞരമ്പുകളെ ഈ അഫക്റ്റ് ചെയ്യുന്ന നെർവ്സിനെ സപ്പോർട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് ഡാമേജ് വന്നാൽ ഈ ഡിപ്ലോപ്പിയ വരാം. അപ്പം ഡോക്ടർമാർ നോക്കുന്നത് ഈ ഡിപ്ലോപ്പിയ പെർമനൻ്റ് ആണോ അതോ റിവേഴ്സിബിൾ ആണോ അതോ ഇനി കൂടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാവാനാണെങ്കിൽ നമുക്ക് ഒരു തലച്ചോറിലൊരു ക്ഷതം വന്നു, ഹൈപ്പോഗ്ലൈസീമിയ വന്ന, ഒരു അറ്റാക്ക് വന്ന, നമുക്കൊരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈകാൽ പൊങ്ങാൻ ഒക്കത്തില്ല. അപ്പോൾ അത് കാലക്രമേണ നമുക്കത് ബെറ്ററായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഡിപ്ലോപ്പിയ വരാനുള്ള കാരണം നമ്മുടെ ഈ പക്ഷാഘാതം പോലെ സ്ട്രോക്ക് ആണെങ്കിൽ കാലക്രമേണ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതും ഒക്കെ വരാൻ സാധ്യത, പ്രത്യേകിച്ച് ഷുഗർ കൺട്രോൾ അല്ല എങ്കിൽ. അപ്പോൾ അത് നമ്മൾ ശാസ്ത്രീയമായിട്ടൊരു പരിഹാരം നമ്മൾ ചെയ്യണം. സ്റ്റെബിലൈസ് ചെയ്തു എന്നും രണ്ടാമത് ഈ അസുഖം വരത്തില്ല എന്നുള്ള ഉറപ്പാക്കി കഴിഞ്ഞാൽ മാത്രമേ ഡോക്ടർമാർക്ക് ഒരു സർജറി ചെയ്യാൻ ഒക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഷുഗർ ബാക്കി പാരസൊക്കെ 100% കൺട്രോളായെന്നുള്ള ഉറപ്പാണെങ്കിൽ നമുക്ക് ഒരു ഞരമ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ മസിലിൻ്റെ പുറത്തുള്ള സർജറി ചെയ്യാനായിട്ട് ഒക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്കൊരു ഫൈനലായിട്ടൊരു സർജറി അവർ ഉപദേശിക്കാത്തത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കഴിഞ്ഞാലേ അപ്പം ഡോക്ടർമാർക്ക് ചികിത്സിക്കാനും കാര്യങ്ങളും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യിച്ചു എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു വ്യക്തി കട്ടിൽ കിടക്കുമ്പോൾ മറിഞ്ഞ് വീഴത്തില്ലല്ലോ. അപ്പം അത് എന്തുകൊണ്ടാണെന്നുള്ള നമുക്ക് ഈ ഒരു സംഭവം വന്നു, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് കൊണ്ട് കാര്യങ്ങൾ തീരണമെന്നില്ല. കാര്യം നമ്മളിത് പ്രോഗ്രസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഷുഗർ 200 ആണെങ്കിൽ നാളെ ചിലപ്പോൾ 300 ആകാം, മറ്റന്നാൾ ചിലപ്പം 10 ആയിട്ട് കുറയാം. അപ്പം ഈ കൂടിയും കുറഞ്ഞിരിക്കുന്ന ഷുഗർ ഉള്ളതുപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനവും തലച്ചോറിൻ്റെ ഘടനയിലും കണ്ണിൻ്റെ ഘടനയിലും കണ്ണിൻ്റെ മസിൽ ബാലൻസിലും ഒക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഡോക്ടേഴ്സിന് സർജറി ഉപദേശിക്കാൻ ഒക്കില്ല. പിന്നെ അവർ കണ്ണാടി തരുന്നത് കണ്ണടകൾ കൊണ്ട് ഈ ഇമേജ് നടുക്കോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇപ്പോൾ നമുക്ക് കാലിൻ്റെ ഒരു പരിക്കൊണ്ട് നമ്മളൊരു ഊന്നുവടി വെച്ച് നടക്കുന്നു, പക്ഷെ അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ വിഷമിക്കാനായിട്ടില്ല. ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഷുഗർ നല്ലോണം കൺട്രോൾ ആക്കുക, ബ്രെയിനിൻ്റെ സ്കാൻ നോക്കുക. ഇതെല്ലാം കൂടി സ്റ്റെബിലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രിസം ഗ്ലാസ് ആയിരിക്കണം തന്നിരിക്കുന്നത്. പ്രിസം ഗ്ലാസ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ഒക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒക്കുന്നുള്ള ഉറപ്പാണ് കേട്ടോ. ഞാനിപ്പോഴും എനിക്ക് ഒരു കണ്ണടച്ച് പിടിച്ചാലേ നല്ലപോലെ കാണാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി സാർ. അപ്പോൾ അതിന് നമുക്ക് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം, നമ്മൾ ഷുഗറും ബാക്കിയെല്ലാം കൺട്രോൾ ആയി കഴിയുമ്പം
നമുക്ക് ഓപ്പറേഷൻ മുഖാന്തരമോ പ്രിസം ഗ്ലാസ് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ വിഷമിക്കേണ്ട, പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നേത്രരോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ ശ്രോതാക്കളുമായി സംസാരിച്ചു. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറയുകയാണ്. അതുപോലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ദേവിൻ പ്രഭാകർ, അദ്ദേഹത്തിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. പരിപാടിയിൽ നേത്രരോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ ദേവിൻ പ്രഭാകർ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് MS ആശ, ഒപ്പം ദിവ്യ രഞ്ജിത്ത്, ശോഭ BT. സാങ്കേതിക സഹായം ബിജു സോമശേഖർ, സുരേഷ് കുമാർ. പരിപാടി കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്ത പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.